السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن والاه. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആമുഖമായി സ്വന്തത്തോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 182 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത്. ഇന്ന് നമുക്ക് 183 മുതൽ 185 വരെയുള്ള 3 വചനങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി അല്ലാഹു സുബ്ഹാനഹു തആല നിയമമാക്കിയ, അതല്ലെങ്കിൽ അല്ലാഹു മതത്തിൽ കൊണ്ടുവന്ന ചില നിയമങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്ന് പ്രതിക്രിയയുടെ വിഷയവും, കൊലയുടെ വിഷയത്തിൽ പ്രതിക്രിയ എങ്ങനെ ചെയ്യണം, അതേപോലെ തന്നെ വസിയത്തിൻ്റെ വിഷയം, അനന്തര സ്വത്തും അതേപോലെ തന്നെ വസിയത്തും അതുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്നാൽ അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല അടുത്ത ഒരു നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടി വിശ്വാസികളെ വിളിക്കുകയാണ് 183-ാമത്തെ വചനത്തിൽ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ. സൂറത്തുൽ ബഖറയിലെ യാ അയ്യുഹല്ലദീന ആമനു എന്ന 5-ാമത്തെ വിളിയാണ്. ഏകദേശം സൂറത്തുൽ ബഖറയിൽ 11 തവണ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിക്കുന്നുണ്ട്, 11 തവണ. അതിൽ 5-ാമത്തെ വിളി ഓർഡർ അനുസരിച്ച്, ക്രമമനുസരിച്ച് 5-ാമത്തെ വിളിയാണ് യാ അയ്യുഹല്ലദീന ആമനു. അതിൻ്റെ 1-ാമത്തെ വിളി മുതൽ 5-ാമത്തെ വിളി വരെ നമ്മളിവിടെ തഫ്സീർ 4 വരെയുള്ള തഫ്സീർ ചെയ്തിട്ടുണ്ട്. ഒന്ന് നമുക്കറിയാം, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഇന വഖൂലു ഉൻദുർന വസ്മഉ വലിൽ കാഫിരീന അദാബുൻ അലീം. 2-ാമത്തേത് യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അതേപോലെ തന്നെ 3-ാമത്തേത് യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. 4-ാമത്തേത് കഴിഞ്ഞ ക്ലാസ്സിന് മുമ്പ് പഠിച്ചു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും ഖിസാസുൻ ഫിൽ ഖത്ല. 2 ആയത്ത് മുമ്പ് നമ്മൾ പഠിച്ചത്. 5-ാമത്തെ വിളിയാണ് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ. കുതിബ അലൈക്കും, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കുതിബ എന്താണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് വിശദമായി നമ്മൾ ചർച്ച ചെയ്തതാണ്. കുതിബ എന്ന് പറഞ്ഞാൽ ഇവിടെ നിയമമാക്കപ്പെട്ടു. അലൈക്കും, നിങ്ങളുടെ മേൽ. അസ്വിയാം, നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. എങ്ങനെയാണത് നിർബന്ധമാക്കപ്പെട്ടത്? കമാ കുതിബ, നിർബന്ധമാക്കപ്പെട്ടതുപോലെ, അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് എന്ന് പറയുന്നത് പ്രവാചകൻ്റെ ഉമ്മത്തിന് നിർബന്ധമാണ് എന്ന ഒരു വലിയ നിയമം നടപ്പിലാക്കുന്ന ആയത്താണിത്. നോമ്പ് നിർബന്ധമാണ്. അതെങ്ങനെ, എപ്പോൾ, അതൊന്നും ഈ ആയത്തിൽ വിശദീകരിച്ചിട്ടില്ല. നോമ്പ് നഷ്ടപ്പെട്ടാൽ എന്തൊക്കെ, അതൊക്കെ പിന്നീട് വരുന്ന തുടർച്ചയായ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്.
അപ്പം ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. പക്ഷെ നോമ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇസ്ലാമിൽ നോമ്പെന്ന് പറഞ്ഞാൽ ഫജ്ർ മുതൽ മഗ്രിബ് വരെ ഭക്ഷണപാനീയങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കണം, ഭാര്യയുമായിട്ടുള്ള സ്ത്രീകളുമായിട്ടുള്ള സംസർഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു നോമ്പ് നിർബന്ധമാക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭാരമാണ്, ഒരു പ്രയാസം. ആ പ്രയാസം അവരുടെ മനസ്സിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഒരു വിഷയം കൂടി അതിലേക്ക് ആഡ് ചെയ്തു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. ഇത് നിങ്ങൾക്ക് ആദ്യമായിട്ട് നടപ്പിലാക്കുന്ന വിഷയമല്ല, പിന്നെയോ ഇത് മുൻകഴിഞ്ഞ മുഴുവൻ സമുദായങ്ങൾക്കും ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പം മുൻകഴിഞ്ഞ മുഴുവൻ സമുദായങ്ങൾക്കും നോമ്പ് നിർബന്ധമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. ഇബ്നു മസ്ഊദ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, വഖതാദ വല്ലഹാഖ് ഇബ്നു മുസാഹിം റഹ്മത്തുള്ളാഹി അലൈഹിം, സഹാബാക്കളും താബിഈങ്ങളും അടങ്ങുന്ന ഒരു പറ്റം ആളുകൾ അവർ പറഞ്ഞു, കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ മുമ്പുള്ളവരാരാണ്? ലം യസൽ ഹാദാ മശ്റൂഅൻ മിൻ സമാനി നൂഹിൻ ഇലാ അൻ നസഖല്ലാഹു ദാലിക ബിസിയാമി ശഹ്രി റമളാൻ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈ സമൂഹം വരെ, അതായത് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതുവരെ എന്ത് ചെയ്തിട്ടുണ്ട്? മുൻകഴിഞ്ഞ മുഴുവൻ സമൂഹത്തിനും നോമ്പുണ്ടായിരുന്നു. അതിൻ്റെ രീതിക്ക് വ്യത്യാസം ഉണ്ടാവും, ദിവസങ്ങളുടെ എണ്ണത്തിന് വ്യത്യാസം ഉണ്ടാവും. അതിനുശേഷം നമ്മൾ വിശദമായി താഴെ പഠിക്കും. നോക്കൂ, അപ്പം മുൻകഴിഞ്ഞ സമുദായത്തിനും നോമ്പുണ്ടായിരുന്നു, നമസ്കാരവും ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ അറിവ് കുറഞ്ഞ ആളുകൾ പലപ്പോഴും മുൻ ചരിത്രങ്ങളിൽ നമസ്കാരങ്ങളെപ്പറ്റി, മുൻ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ വായിച്ചെടുക്കാത്തവർ, നോമ്പിനെപ്പറ്റി പഠിക്കാത്തവർ, അവർക്ക് കേവലം പ്രവാചകന്മാരുടെ ചരിത്രം കഥകളിലൂടെ ഷോർട്ടായിട്ട് വായിച്ചവരായിരിക്കും. അവർ പലപ്പോഴും പറയാറുണ്ട്, ഇബ്രാഹിം നബി, മൂസാ നബിയുടെയൊക്കെ ഭാഗ്യം, അവർക്ക് ഈ നിസ്കാരവും നോമ്പൊന്നും ഇല്ലല്ലോ. യഥാർത്ഥത്തിൽ നൂഹ് നബി മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വരെയുള്ള ചരിത്രം എടുത്താൽ നമസ്കാരത്തിൻ്റെ വിഷയത്തിലും നോമ്പിൻ്റെ വിഷയത്തിലും ഏറ്റവും ലളിതമായി, ഏറ്റവും എളുപ്പമായി അള്ളാഹു ഇബാദത്ത് നൽകിയിട്ടുള്ളത് റസൂലിൻ്റെ ഉമ്മത്തിനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നമുക്ക് ആയുസ് കുറവാണ്. അപ്പോൾ കൂടുതൽ അമൽ ചെയ്യാൻ വേണ്ടി ആ അമലിൻ്റെ ഭാരം കുറച്ചിട്ട് അതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് കൂട്ടിത്തന്നു. എന്നാൽ മുൻകഴിഞ്ഞ സമൂഹങ്ങൾക്ക് ആയുസ് കൂടുതലാണ്, അവർക്ക് അതിനനുസരിച്ച് ഭാരം കൂടുതലായിരുന്നു. പക്ഷെ ഈ ഉമ്മത്തിന് നമസ്കാരം അള്ളാഹു എളുപ്പമാക്കി തന്നു, നോമ്പ് എളുപ്പമാക്കി തന്നു. അപ്പം നോമ്പും നമസ്കാരവും മുൻകഴിഞ്ഞ മുഴുവൻ സമൂഹത്തിലും, മുഴുവൻ പ്രവാചകന്മാരുടെ സമൂഹത്തിലും നിർബന്ധമായിരുന്നു. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ പറ്റി പറയുന്നിടത്ത് കാണാൻ കഴിയും, അദ്ദേഹം തൻ്റെ കുടുംബത്തോട് നമസ്കാരത്തെപ്പറ്റി കൽപ്പിക്കുമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഹാജർ ഉമ്മയെയും ആ മരുഭൂമിയിൽ കൊണ്ടുപോയി ആക്കി തിരിച്ചു പോരുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലേ, അള്ളാഹുവേ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ, കൃഷിയില്ലാത്ത ഈ മരുഭൂമിയിൽ കൊണ്ടുവന്ന് എൻ്റെ സന്താനത്തെ ഞാൻ ആക്കിയിരിക്കുന്നു റബ്ബേ. എന്തിനു വേണ്ടി? അവിടെ അവസാനം പറയുന്നുണ്ട്, അവർ ലിയുഖീമുസ്സല, നമസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. നിസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ് ഇവരെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിരിക്കുന്നത്. നമ്മൾ ചില കുട്ടികളെ ബോർഡിങ്ങിൽ കൊണ്ടുപോയി ദീൻ പഠിപ്പിക്കാൻ കൊണ്ടേ ആക്കും. എന്തിനാണ്? അവൻ അവിടെ നിന്ന് ഒന്ന് ഇൽമൊക്കെ പഠിച്ച് ദീനൊക്കെ പഠിച്ച് നന്നാകട്ടെ, അല്ലേ? മാതാപിതാക്കൾക്ക് സ്വന്തം മക്കളെ അങ്ങ് അകലെ ഹിഫ്ള് പഠിപ്പിക്കാനും ദീൻ പഠിപ്പിക്കാനൊക്കെ കൊണ്ടേ ആക്കുമ്പോൾ മാനസികമായിട്ടൊരു വിഷമമുണ്ടാവും. അതിൽ ഇബ്രാഹിം നബിയിൽ വലിയ മാതൃകയുണ്ട്. ഇബ്രാഹിം നബിക്കുണ്ടായ വിഷമം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഇബ്രാഹിം നബി സഹിച്ച ത്യാഗവും ക്ഷമയുമാണ് ഓരോ മാതാപിതാക്കൾക്കും ഉണ്ടാകേണ്ടതെന്ന് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പം നോക്കൂ, മുൻകഴിഞ്ഞ മുഴുവൻ പ്രവാചകന്മാർക്കും നമസ്കാരം ഉണ്ടായിരുന്നു, നോമ്പും ഉണ്ടായിരുന്നു. അതിലേറ്റവും ലളിതമാണ് പ്രവാചകൻ്റെ ഉമ്മത്തിന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് നോമ്പിൻ്റെ ലക്ഷ്യം? ലഅല്ലക്കും തത്തഖൂൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നോമ്പ് എന്ന് പറയുന്നത് കേവലം ഭക്ഷണം ഒഴിവാക്കലല്ല. മഹാന ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി നോമ്പ് എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്. വഹുവ അൽ ഇംസാഖു അനി ത്വആമി വശറാബി വൽ വിഖാഇ ബിനിയ്യത്തിൻ ഖാലിസത്തിൻ ലില്ലാഹി അസ്സ വജല്ല. എന്താണ് നോമ്പ്? നമ്മൾ നമസ്കാരം എന്താണെന്നൊക്കെ ചോദിച്ചാൽ
നോമ്പ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റണം. നമസ്കാരം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്നതിൻ്റെ ഇടയിൽ ചില പ്രത്യേക കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു ഇബാദത്താണ് നമസ്കാരം. ഇതുപോലെ നോമ്പെന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെ തൊട്ടും വെള്ളത്തെ തൊട്ടും തൻ്റെ വികാരങ്ങളെ തൊട്ടും തടഞ്ഞു വെക്കലാണ്, പിടിച്ചു നിർത്തലാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. എന്തിനു വേണ്ടിയാണ് അങ്ങനെ പിടിച്ചു നിർത്തുന്നത്? ബിനീയത്തിൻ ഖാലിസത്തിൻ ലില്ലാഹ്, അള്ളാഹുവിനെ ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു നീയത്ത് വെച്ചുകൊണ്ടാകണം. അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നുവെന്ന നീയത്ത് വെച്ചുകൊണ്ടാകണം. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ വിളിച്ച് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ. നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളല്ലാത്തൊരു നോമ്പ് പിടിക്കാറുണ്ട് അല്ലേ? മുസ്ലിങ്ങളല്ലാത്ത ഒരുപാട് മനുഷ്യന്മാർ റമദാനിൽ നോമ്പ് പിടിക്കാറുണ്ട്. പക്ഷെ അവരുടെ നോമ്പും വിശ്വാസികളുടെ നോമ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. അവരുടെ നോമ്പിൻ്റെ നീയത്തും വിശ്വാസികളുടെ നോമ്പിൻ്റെ നീയത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ അള്ളാഹ് വിളിക്കുകയാണ് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരേ എന്നാണ് വിളിച്ചത്. അപ്പോൾ ഈമാനുള്ളവരെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ്. അപ്പം നമ്മുടെ നോമ്പിന് ഒരു പ്രത്യേക നീയത്തുണ്ട്. അത് ആരോഗ്യം നന്നാക്കണമെന്നുള്ള നീയത്തല്ല, എൻ്റെ ശരീരം ഒന്ന് ഉഷാറാക്കണമെന്നുള്ള നീയത്തല്ല. പിന്നെയോ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാണ് ആത്മാർത്ഥമായി. റബ്ബിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ ഭക്ഷണം ഒഴിവാക്കിയത്, റബ്ബിന് വേണ്ടിയാണ് എൻ്റെ വെള്ളം ഒഴിവാക്കിയത്, റബ്ബിന് വേണ്ടിയാണ് പകൽ സമയത്ത് എൻ്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കിയത്, എൻ്റെ നാവിനെ നിയന്ത്രിക്കുന്നത്, എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെ നിയന്ത്രിക്കുന്നത്. എന്നാൽ മുസ്ലിം അല്ലാത്ത ഒരാൾ നോമ്പ് പിടിക്കുമ്പോഴോ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു 12 മണിക്കൂർ 13 മണിക്കൂർ വെള്ളവും ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുമ്പോൾ വയറിൽ പ്രത്യേക ഒരു ആസിഡ് രൂപീകരിക്കപ്പെടും. അത് പിന്നീട് മനുഷ്യൻ്റെ ശരീരത്തിൽ അത് കൂടുതൽ അവൻ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും. ഇതിൻ്റെ ശാസ്ത്രീയമായ തലം നോക്കിയിട്ടാണ് ഒരു അമുസ്ലിം നോമ്പ് പിടിക്കുക. മനസ്സിലായോ? പക്ഷെ വിശ്വാസി അങ്ങനെയല്ല. ശാസ്ത്രീയമായ അങ്ങനൊരു തലം ഇല്ലെങ്കിലും വിശ്വാസി അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കും. അത് രണ്ടാമത്തെ വിഷയമാണ്. അപ്പം ഈ ഇബാദത്ത് ചെയ്യുമ്പോൾ ആത്മാർത്ഥമായ നിയ്യത്തുണ്ടാകണം നമ്മുടെ നോമ്പിന്. ഇനി നോക്കൂ, നോമ്പ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ലിമാ ഫീഹി മിൻ സകാത്തിൻ നഫ്സ്, മനസ്സിൻ്റെ ശുദ്ധീകരണമാണ്. വത്വഹാറത്തിഹ, അത് നന്നാക്കലാണ്, അതിനെ ശുദ്ധീകരിച്ചെടുക്കലാണ്. വതൻഖിയതിഹ മിനൽ അഖ്ലാഖിർ റദീഅ വൽ അഖ്ലാഖിർ റദീല, മോശപ്പെട്ട സ്വഭാവത്തിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നൊക്കെ ഒരു മനുഷ്യൻ്റെ മനസ്സിനെയും ശരീരത്തെയും തസ്കിയത്ത് നടത്തുക, സക്കാത്ത് നടത്തിയെടുക്കുന്നതിനാണ് നോമ്പ് ലക്ഷ്യമാക്കുന്നത്. അപ്പം നോമ്പ് എന്താണ്, നോമ്പിൻ്റെ ലക്ഷ്യം എന്താണ്, ഇതാണ് നമ്മളിപ്പോൾ വിശദീകരിച്ചത്. ഇനി ഈ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു തആല മുൻ കഴിഞ്ഞ സമൂഹങ്ങൾക്ക് അള്ളാഹു നിർബന്ധമാക്കിയെന്ന് പറഞ്ഞു. അതേപോലെയാണ് ഈ സമൂഹത്തിനും നിർബന്ധമാക്കിയിട്ടുള്ളത്. അപ്പോൾ മുൻ കഴിഞ്ഞ സമൂഹം നോമ്പെടുത്തതുപോലെയല്ല നമ്മുടെ പ്രവാചകൻ്റെ ഉമ്മത്തിൽ നോമ്പുള്ളത്. നോമ്പിന് 2-3 തലങ്ങൾ ഇസ്ലാമിൽ വന്നിട്ടുണ്ട്, അതായത് മാറ്റങ്ങൾ ഇസ്ലാമിൽ വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ തുടർച്ചയായ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ, ഒന്നാമതായി നോമ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം കൂടി ഇതിലേക്ക് ചേർത്തി പറയേണ്ടത്, നമുക്കറിയാം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ശബാബുകളെ, യുവാക്കളെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, ഓ യുവാക്കളെ, യുവസമൂഹമേ, മനിസ്തതാഅ മിൻകുമുൽ ബാഅ, നിങ്ങളിൽ കഴിയുന്നവർ, സാധിക്കുന്നവർ, ഫൽയതസവ്വജ്, നിങ്ങൾ വിവാഹം കഴിച്ചുകൊള്ളട്ടെ. അപ്പം യുവത്വത്തിലെത്തിയിരിക്കുന്ന ആളുകളുടെ മേൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞ ഒരു വലിയ ബാധ്യതയാണ്, നിങ്ങൾ വിവാഹം കഴിക്കണം. വമല്ലം യസ്തത്യ ഫഅലൈഹി ബിസ്സൗം, ഇനി ആ വിവാഹം കഴിക്കാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അത്തരത്തിലുള്ള ആളുകൾ അതിന് കഴിയുന്നില്ലെങ്കിൽ ഫഅലൈഹി, അവൻ്റെ മേൽ ബാധ്യതയാണ്, ബിസ്സൗം, നോമ്പ് അവൻ്റെ മേൽ ബാധ്യതയാണ്. ഫഇന്നഹു ലഹു വിജാ, അതൊരു പരിചയാണ്. അതായത് നോമ്പ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പരിചയമാണ് നോമ്പെന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് നമുക്ക് വികാരങ്ങളുണ്ടാകും, ചിന്തകളുണ്ടാകും, ആഗ്രഹങ്ങളുണ്ടാകും, ശരീരം പോഷിക്കപ്പെടും. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ വരുന്ന വികാരങ്ങളെ പൂർത്തീകരിക്കാൻ ഇസ്ലാം പഠിപ്പിച്ച ഏക മാർഗം
വൈവാഹിക ബന്ധത്തിലൂടെയുള്ള അവൻ്റെ വികാര പൂർത്തീകരണം മാത്രമാണ്. എന്നാൽ അതിനൊരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും? അവിടെ ഒരു ചോദ്യം ബാക്കിയാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വഅലൈഹി ബിസ്സൗം, അവൻ്റെ മേൽ നോമ്പ് നിർബന്ധമാണ്, അല്ലെങ്കിൽ നോമ്പ് ബാധ്യതയാണ്. അവൻ നോമ്പ് പിടിക്കുന്നതിലൂടെ അവൻ്റെ ഈ വികാരങ്ങളെയും വിചാരങ്ങളെയും മോഹങ്ങളെയും നിയന്ത്രിക്കാൻ അവന് സാധിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കി എന്ന് പറഞ്ഞത് ഏതൊക്കെ ദിവസങ്ങളിലാണ്? അയ്യാമൻ മഅദൂദാത്ത്, അതാണ് അടുത്ത ആയത്തിൽ. എണ്ണപ്പെട്ട ദിവസങ്ങൾ. എല്ലാ ദിവസവും പിടിക്കണ്ട. ആ വാക്കിലൂടെയും ഒരു പണ്ഡിതന്മാരൊരു തഫ്സീർ കൊടുത്തു. എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അതൊരാശ്വാസമാണ്. കുറച്ച് ദിവസമേ ഉള്ളൂ. അത് ആളുകൾക്കൊരു ആശ്വാസം നൽകുകയാണ്. സ്വഹാബത്തിനോട് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് എണ്ണപ്പെട്ട ദിവസങ്ങളാണ്, അറിയപ്പെട്ട ദിവസങ്ങളാണ്. അയ്യാമൻ എന്ന് പറഞ്ഞാൽ യൗമിൻ്റെ ജംആണ്, പ്ലൂറലാണ് അയ്യാം. മഅദൂദാത്ത്, എണ്ണപ്പെട്ടത്, കൗണ്ട് ചെയ്യപ്പെട്ടത്. അപ്പം എണ്ണപ്പെട്ട ദിവസങ്ങൾ ആണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളൂ. ഫമൻ കാന, അപ്പോൾ ആര് ആയിരുന്നാൽ, മിൻകും, നിങ്ങളിൽ നിന്ന്, മരീദൻ, രോഗിയാവുകയോ, ഔ അലാ സഫരിൻ, യാത്രയിലാവുകയോ ആണെങ്കിൽ, ഫഇദ്ദത്തുൻ, അപ്പോൾ അവനാ എണ്ണം പൂർത്തീകരിക്കണം, മിൻ അയ്യാമിൻ ഉഖർ, മറ്റു ദിവസങ്ങളിൽ. അപ്പോൾ ഒരു ഇളവ് പ്രഖ്യാപിക്കുകയാണ്. പിന്നെ ഒരാൾ രോഗിയായി പോയാൽ, ഒരാൾ യാത്രയിലായി പോയാൽ അവൻ്റെ ഇളവ് അത് മറ്റു ദിവസത്തിൽ പിടിച്ചു വീട്ടലാണ്. പിന്നെ അല്ലാഹു തുടർന്ന് പറഞ്ഞു വഅലല്ലദീന യുതീഖൂനഹു, അതിന് സാധിക്കുന്നവർ. വഅലല്ലദീന യുതീഖൂനഹു, ഈ യുതീഖൂനഹു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ത്വാഖത്ത് എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, ത്വാഖത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എനർജി എന്നാണ്, എനർജി. അപ്പോൾ അത്വാഖ യുതീഖു, അതിൽ നിന്നാണ് യുതീഖൂനഹു. അപ്പം കഴിയുന്നവർ, ഇതിന് നോമ്പ് പിടിക്കാനൊക്കെ കഴിവുള്ളവരാണ്. അവർക്ക് ഫിദിയത്തുൻ ത്വആമു മിസ്കിൻ, അവർക്കും വേണമെങ്കിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്ത് ഈ നോമ്പിൽ നിന്ന് ഒഴിവാകാം. ഇനി അതിന് വേറൊരു തഫ്സീർ കൂടിയുണ്ട്. ഈ യുതീഖൂനഹു എന്ന് പറഞ്ഞാൽ കുറച്ച് എനർജി എടുത്ത് ചെയ്യണതിനാണ്, അതായത് കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്യുക. അപ്പം കഷ്ടപ്പെട്ട് കുറച്ച് പ്രയാസപ്പെട്ട് നോമ്പ് പിടിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഫിദിയത്തുൻ ത്വആമു മിസ്കിൻ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്താൽ മതി. ഇപ്പം രണ്ട് രൂപത്തിലുണ്ട്. നോമ്പ് പിടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, എന്നാലും അവർക്ക് നോമ്പ് പിടിക്കുമ്പോൾ ഒരു പ്രയാസമാണ്, ശാരീരികമായ ക്ഷീണമുണ്ട്, എങ്കിൽ അവർക്ക് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാം. ആദ്യ കാലഘട്ടത്തിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന നിയമമാണ് ഈ ആയത്തിലുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യ കാലഘട്ടത്തിൽ ഉറങ്ങണവരുണ്ടെങ്കിൽ ഈ ആയത്ത് മാത്രം കേട്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയോ? നോമ്പ് പിടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അപ്പോൾ ഫിദിയ കൊടുത്താൽ മതിയല്ലേ എന്ന് വിചാരിക്കും. അപ്പോൾ ഉറങ്ങുന്ന ആളുകൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഇതിൻ്റെ തുടക്കവും അവസാനവും ഒക്കെ ശരിക്കും കേൾക്കണം. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ത്വആമു മിസ്കിൻ എന്ന് പറഞ്ഞാൽ അവിടെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കലാണ്. കഴിവുണ്ടെങ്കിലും കൊടുക്കാം. അപ്പോൾ നോമ്പ് പിടിക്കാൻ കഴിവുള്ളവന് നോമ്പ് പിടിക്കാം, അതല്ലെങ്കിൽ അവനിഷ്ടം പോലെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാം. അവന് നോമ്പ് പിടിക്കേണ്ടതില്ല. ഫമൻ തതവ്വ ഖൈറൻ, ഫമൻ തതവ്വ എന്ന വാക്ക് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഏതായത്ത് പഠിച്ചപ്പോഴാണ് തതവ്വ പഠിച്ചത്? ഓർമ്മയുണ്ടോ? ഫമൻ തതവ്വ ഖൈറൻ ഫഇന്നല്ലാഹ ശാക്കിറുൻ അലീം. ഏതായത്തിലായിരുന്നു? ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാ. അവിടെ നമ്മൾ ഇതേ സമാനമായ ഒരു ആയത്ത് പഠിച്ചു. അവിടെ തതവ്വു എന്ന് പറഞ്ഞാൽ സ്വയം സന്നദ്ധമായി ഒരു കാര്യം ചെയ്യുക, നിർബന്ധമൊന്നുമില്ല, ആരും പറഞ്ഞൊന്നും ചെയ്യിക്കേണ്ടതല്ല. സ്വയം സന്നദ്ധമായ ഒരാൾക്കൊരു കാര്യം ചെയ്യണമെന്ന് തോന്നുകയാണ്, നന്മ, എങ്കിൽ അത് ഫഹുവ ഖൈറുൻ ലഹു, അവന് നന്മയാണ്. ഈ ആയത്ത് ഈ ഒരു വാചകം അള്ളാഹു കൊണ്ടുവന്നത് എവിടെയാണ്? ഫിദിയത്തു ത്വആമു മിസ്കീൻ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നിടത്താണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് കുറച്ച് കൂടുതൽ കൊടുത്താലൊന്നും കുഴപ്പമില്ല, കറക്റ്റ് അളവ് തന്നെ ആകണമെന്നില്ല എന്ന്. അയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വിചാരിക്കുകയാണ്, അയാൾക്ക് വസ്ത്രം ഇല്ലെങ്കിൽ ഒന്ന് വസ്ത്രം കൂടി വാങ്ങിക്കൊടുക്കാം, അയാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ കൊടുക്കാം,
അപ്പം ആ അളവ് കൊടുക്കുന്നതിന് പകരം ആ നിശ്ചിതമായ ഒരു തോത് കൊടുക്കുന്നതിൻ്റെ പുറമെ കുറച്ച് കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല. അതിനുശേഷം അല്ല പിന്നെ പറയാണ് വഅൻ തസൂമു, നിങ്ങൾ നോമ്പെടുക്കുകയാണെങ്കിൽ ഖൈറുല്ലക്കും, അതാണ് നിങ്ങൾക്ക് ഖൈർ. ഇപ്പം 2 ഓപ്ഷൻ വെച്ചു, ചോയ്സ് കൊടുക്കാം. നോമ്പെടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും അഫ്ദൽ നോമ്പെടുക്കലാണ്. ഇനി ഒരാൾക്ക് നോമ്പ് ഒഴിവാക്കണോ എങ്കിൽ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കണം. ലഅല്ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ. അപ്പം ഏറ്റവും അഫ്ദൽ എന്ന് പറയുന്നത് നോമ്പെടുക്കലാണ്. അപ്പോഴും നോമ്പെടുക്കലാണ്. ആദ്യ കാലഘട്ടത്തിൽ ചോയ്സ് കൊടുത്തു, ഓപ്ഷൻ കൊടുത്തു, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അപ്പോഴും അള്ളാഹു പറഞ്ഞു നിങ്ങൾ നോമ്പെടുക്കലാണ് ഏറ്റവും അഫ്ദൽ ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ. അപ്പം അറിവ് കിട്ടിയ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കലാണ് ഏറ്റവും ഉത്തമമായത്. അപ്പം ഇത് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ഫസ്റ്റ് സ്റ്റേജ്. അപ്പം അന്ന് നോമ്പ് എങ്ങനെയാണ് നിർബന്ധമാക്കപ്പെട്ടത് അത് നമ്മൾ പഠിക്കണമല്ലോ. നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ആദ്യ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പ് നിർബന്ധമാക്കിയത് മാസത്തിൽ 3 നോമ്പാണ്. മാസത്തിൽ 3 നോമ്പ്. അതിനുശേഷം അല്ലാഹു ഈ മുസ്ലിം ഉമ്മത്തിന് നിർബന്ധമാക്കിയത് ആശുറ നോമ്പാണ്. ഇത് 2 നിർബന്ധമായിരുന്നു. ആദ്യത്തെ 3 മാസം, ഒരു മാസത്തിൽ 3 നോമ്പ്, സലാസത്ത് അയ്യാം. പിന്നെ മുഹറത്തിലെ ആശുറ നോമ്പ്. അത് കഴിഞ്ഞ് റമദാൻ്റെ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ആയത്ത് അവതരിച്ചതോടുകൂടി ഇതൊക്കെ സുന്നത്തായി. പിന്നെ റമദാനിലെ നോമ്പ് മാത്രം നിർബന്ധമാക്കപ്പെട്ടു. റമദാനിലെ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് മുസ്ലിം ഉമ്മത്തിൽ അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് 2 കാര്യങ്ങൾ. ഒന്ന്, ഒരു മാസത്തിൽ 3 നോമ്പും ആശുറയിലെ നോമ്പും. എന്നാൽ ഈ ഷഹ്റു റമദാൻ അല്ലദീ എന്ന ആയത്ത് അവതരിച്ചതോടുകൂടി അതൊക്കെ സുന്നത്താക്കപ്പെട്ടു. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ്, ഒരു റിപ്പോർട്ട് വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുകയാണ്, അൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഖാൽ, മുആദ് ഇബ്നു ജബൽ പറയുകയാണ്, ഉഹീലത്തി സ്വലാത്തു സലാസത അഹ്വാൽ, നമസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയപ്പോൾ 3 ഘട്ടങ്ങളിലൂടെയാണ് അള്ളാഹു നിസ്കാരത്തെ നിർബന്ധമാക്കിയത്. 3 ഘട്ടങ്ങളിലൂടെ. അതേപോലെ വ ഉഹീല സിയാമു സലാസത അഹ്വാൽ, നോമ്പിനെയും അള്ളാഹു നിർബന്ധമാക്കിയത് 3 ഘട്ടങ്ങളിലൂടെയാണ്. പെട്ടെന്ന് കൊണ്ടുവന്ന് നോമ്പ് നടപ്പിലാക്കല്ല. നോമ്പിനെ അള്ളാഹു അതിൻ്റെ പരിപൂർണമായ രൂപത്തിലേക്ക് എത്തിച്ചത് 3 സ്റ്റേജുകളിലൂടെയാണ്. നമസ്കാരത്തെയും 3 സ്റ്റേജുകളിലൂടെയാണ് കൊണ്ടുപോയത്. എന്നിട്ടാണ് അതിൻ്റെ കറക്റ്റ് രൂപത്തിലേക്ക് എത്തിയത്. ആ ചരിത്രം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അദ്ദേഹം പറയുകയാണ്, ഫഅമ്മ അഹ്വാലു സ്വലാത്ത്, നമസ്കാരത്തിൻ്റെ വിഷയം എടുക്കാം. നമസ്കാരം എങ്ങനെയാണ് ഈ 3 ഘട്ടങ്ങളെന്ന് പറഞ്ഞത്? അസ്സലാത്തു ഫഅമ്മ അഹ്വാലു സ്വലാത്തി ഫഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദിമൽ മദീന, പ്രവാചകൻ മദീനയിൽ എത്തിയപ്പോൾ നിസ്കാരത്തിന് 3 ഘട്ടങ്ങളുണ്ടായിരുന്നു. ഫഹുവ യുസല്ലി 17 ഷഹ്റൻ ഇലാ ബൈത്തുൽ മുഖദ്ദസ്. ആദ്യത്തെ ഘട്ടം ശ്രദ്ധിക്കണേ, ചോദിക്കുവേ, 3 ഘട്ടങ്ങളാണ് വിശദീകരിക്കുന്നത്. ആദ്യത്തെ ഘട്ടം പ്രവാചകൻ മദീനയിലെത്തിയപ്പോൾ 17 മാസക്കാലം പ്രവാചകൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിച്ചത്. ഇതാണ് ഒന്നാമത്തെ ഘട്ടം. സുമ്മ ഇന്നല്ലാഹ അസ്സ വജല്ല അൻസല അലൈഹി, പിന്നീട് പ്രവാചകൻ ആയത്ത് അവതരിച്ചു, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹ. നമ്മൾ പഠിച്ച ആയത്താണ്, കിബില മാറ്റവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്ത് അവതരിച്ചു, കിബില മാറണം, കഅബയിലേക്ക് മക്കയിലേക്ക് കിബില മാറണം എന്ന ആയത്ത് അവതരിച്ചപ്പോൾ ഫവജ്ജഹു അല്ലാഹു ഇലാ മക്ക, മക്കയിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ തിരിച്ചു നിർത്തി. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു നിർത്തി. ഇതാണ് ഒന്നാമത്തെ ഘട്ടം. കിബിലയുടെ വിഷയത്തിൽ കൃത്യത വരുത്തി. ഇനി രണ്ടാമത്തെ കാര്യം, വകാനു യജ്തമിഊന ലിസ്സലാത്ത്, നമസ്കാരത്തിന് വേണ്ടി അവർ ഒരുമിച്ച് കൂടും. വയുദ്ദിനു ബിഹാ ബഅ്ളുഹും ബഅ്ളൻ ഹത്താ നഖസു ഔ കാദു യൻഖുസൂൻ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിച്ചിട്ടാണ് നിസ്കാരത്തിന് ഒരുമിച്ച് കൂടുക. അവർ നിസ്കാരത്തിന് സമയമായിട്ടുണ്ട് എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയലായിരുന്നു. അതല്ലെങ്കിൽ അവരൊരു മണി കൊട്ടുമായിരുന്നു, ഒരു ശബ്ദം ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ അവർ നിസ്കാരത്തിൻ്റെ സമയത്തെ അറിയിച്ചു.
പിന്നീട് സുമ്മ ഇന്ന റജുലം മിനൽ അൻസാർ യുഖാലു ലഹു അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ്, അൻസാരികളിൽപ്പെട്ടൊരു സഹാബി, അദ്ദേഹത്തിൻ്റെ പേരാണ് അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ്. അദ്ദേഹം നബിയുടെ അടുക്കിലേക്ക് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഫഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നി റഅയ്തു ഫീമാ യറൻ നായിം വലൗ ഖുൽതു ഇന്നി ലം അകുൻ നായിമൻ. ഞാൻ ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടു. ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഉറക്കത്തിൻ്റെയും ഉണർച്ചയുടെയും ഇടയിലാണ് ഉണ്ടായിരുന്നത്. റഅയ്തു ശഖ്സൻ അലൈഹി സൗബാനി അഖ്ളറാനി. ഞാനൊരു വ്യക്തിയെ കാണാണ്. അദ്ദേഹം 2 വസ്ത്രം ധരിച്ചിട്ടുണ്ട്. 2 വസ്ത്രവും പച്ച നിറത്തിലുള്ള വസ്ത്രമാണ്. അങ്ങനെ പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിച്ചൊരു മനുഷ്യൻ എൻ്റെ അടുക്കൽ വരികയാണ്. ഫസ്തഖ്ബൽ ഖിബ്ല. ആ വ്യക്തി ഖിബിലയിലേക്ക് മുന്നിട്ട് നിന്നു, ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്നു. ഫഖാല, എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഇതെല്ലാം ഇങ്ങനെ 2 തവണ ആവർത്തിച്ചു പറഞ്ഞു. ഹയ്യാല സ്വലാ, ഹയ്യാല സ്വലാ, ഹയ്യാൽ ഫലാ, ഹയ്യാൽ ഫലാ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ സ്വപ്നം കാണുന്നത് അൻസാരിയായ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് എന്ന് പറയുന്ന സ്വഹാബിയാണ്. അദ്ദേഹം സ്വപ്നത്തിലാണ് ഈ വിളി ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് എന്ന് വിളിക്കുന്നത് കണ്ടത്. ഇത് നബിയുടെ അടുക്ക വന്നിട്ട് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് പ്രവാചകൻ എന്ത് ചെയ്തു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലിംഹ ബിലാലൻ. ഇത് നീ ബിലാലിനൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഈ വാചകങ്ങൾ നീ ബിലാലിനെ പഠിപ്പിച്ചു കൊടുക്കൂ. ഫൽ യുഅ്ദൻ ബിഹ. അങ്ങനെ അതുകൊണ്ട് അദ്ദേഹം ബിലാൽ ബാങ്ക് കൊടുക്കട്ടെ. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് പറഞ്ഞ ആ സ്വപ്നത്തിൽ വന്ന ആ ബാങ്ക് വിളിയുടെ വാചകങ്ങൾ പ്രവാചകൻ സത്യപ്പെടുത്തുകയാണ്. എങ്ങനെ സത്യപ്പെടുത്തി? പ്രവാചകന് തോന്നുകയാണ് അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് ഒരു നല്ല അഭിപ്രായം പറഞ്ഞല്ലേ, എന്നാൽ പിന്നെ അത് എടുത്തേക്കാം. അങ്ങനെയാണോ? അങ്ങനെ പറഞ്ഞാണോ? അല്ല. ആ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദിൻ്റെ സ്വപ്നം നബിയുടെ അടുക്ക വന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനം പ്രവാചകന് കൊടുക്കണമെങ്കിൽ ആകാശത്ത് നിന്ന് ജിബ്രീൽ വരണം, അല്ലാതെ നബിക്ക് കൊടുക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്ക വന്ന് പലരും സ്വപ്ന കഥകൾ പറഞ്ഞിട്ടുണ്ട്. ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുക? പ്രവാചകന് ഒരു മുൻപരിചയമില്ലാത്തൊരു കാര്യമാണ് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങും. ഇതുപോലെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ പറയുകയാണ്, ബിലാലിനത് പഠിപ്പിച്ചു കൊടുക്കൂ, ബിലാൽ അതുകൊണ്ട് ബാങ്ക് വിളിക്കട്ടെ. ഈ സമയത്ത് മറ്റൊരു സഹാബി നബിയുടെ അടുക്കലേക്ക് വരികയാണ്. ഫക്കാന വജാഅ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖദ് ത്വാഫ ബി മിസ്ല അല്ലദി ത്വാഫ ബിഹി. അബ്ദുല്ലാഹി ഇബ്നു സെയ്ദിന് ഉണ്ടായ പോലെ ഒരു സ്വപ്നം എനിക്കുണ്ടായി. അദ്ദേഹം കണ്ടതുപോലെ ഞാനും കണ്ടു ഇന്നലെ. പക്ഷെ ഗൈറ അന്നഹു സബഖനി. അദ്ദേഹം എന്നെ ഈ വിഷയത്തിൽ താങ്കൾ എടുത്തൽ അറിയിക്കുന്നതിൽ അദ്ദേഹം എന്നേക്കാൾ മുന്നിട്ടു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദിൻ്റെ സ്വപ്നത്തെ ഏറ്റവും ശക്തനായ മറ്റൊരു സ്വഹാബിയായ മുഹാജിറായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെ സ്വപ്നം കൊണ്ട് ഒന്നും കൂടി ശക്തിപ്പെടുത്താം. ഈ 2 സ്വപ്നങ്ങളെയും അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ അത് അംഗീകരിച്ച് നടപ്പിലാക്കുന്നു. ഇതാണ് 2ാമത്തെ നമസ്കാരത്തിൻ്റെ ഘട്ടം. ആദ്യം ഖിബില മാറ്റി കഅബയിലേക്കാക്കി, പിന്നെ നമസ്കാരത്തിന് ബാങ്ക് വിളി നിർബന്ധമാക്കി, അതിൽ ഇഖാമത്തിൻ്റെ വാചകങ്ങൾ കൂടി കൂട്ടി എന്ന് നമുക്ക് ആ ഹദീസിൽ കാണാൻ കഴിയും. ഇനി 3ാമത്തെ സ്റ്റേജ്, നമസ്കാരത്തിൻ്റെ 3ാമത്തെ ഘട്ടം. വകാന യഅ്തൂന സ്വലാത്ത്. എല്ലാവരും നിസ്കാരത്തിന് വരും. ഖദ് സബഖഹുമുൻ നബിയ്യ ബിബഅളിഹാ ഫകാന റജുലു യുഷീറു ഇല റജുലി ഇദൻ കം സല്ല ഫയഖൂലു വാഹിദത്തുൻ ഔ ഇസ്നതൈൻ. അതായത് നമസ്കാരം നബിയോടൊപ്പം തുടർന്ന ആളുകൾ, ഇമാമിനോടൊപ്പം ഫസ്റ്റ് തന്നെ നിസ്കാരം തുടർന്ന ആളുകൾ, എന്നാൽ കുറച്ച് ലേറ്റായി വരുന്ന ആളുകളുണ്ടാവും. അവർ ലേറ്റായി വരുമ്പോൾ എത്രയാണ് നിസ്കരിക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റൂല. അപ്പോൾ ഒരു പെട്ടെന്ന് അടുത്ത് നിസ്കരിക്കുന്ന ആളോട് ചോദിക്കും. അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഫക്കാന റജുൽ യുഷീറു ഇല റജുൽ. കൈകൊണ്ട് ആക്ഷൻ കാണിക്കും, എത്രയാണ് ഇങ്ങനെ, എത്രാമത്തെയാണെന്ന് അവരാദ്യം അങ്ങനെ ചോദിക്കും. നിസ്കരിക്കുന്ന ആളോട് ചോദിക്കും എത്രയാണ്. അപ്പം നിസ്കരിക്കുന്ന ആൾ പറയും ഇത്ര കഴിഞ്ഞു, ഇനി എത്രാമത്തിലാണെന്ന് പറയും. ഇങ്ങനെയായിരുന്നു അവർ നബി എത്ര നിസ്കരിച്ചു, ജമാഅത്തിൽ എത്ര കഴിഞ്ഞു എന്നുള്ളത് അവരറിഞ്ഞിരുന്നത്.
അപ്പോൾ ഫയുസല്ലിഹിമ, അപ്പോൾ അവരാദ്യം എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ കഴിഞ്ഞത് ആദ്യം നിസ്കരിക്കും. പ്രവാചകന്റെ കൂട്ടത്തിൽ ജമാഅത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞു പോയ റക്അത്തുണ്ടല്ലോ, അത് അവരാദ്യം നിസ്കരിച്ചിട്ട് പിന്നീട് സുമ്മ യദ്ഖുലു മഅൽ ഖൗമി ഫീ സ്വലാത്തിഹിം, പിന്നെ അവർ ജമാഅത്തിൽ കൂടും. ആദ്യം അത് പെട്ടെന്ന് നിസ്കരിച്ചിട്ട് ഒപ്പിച്ചിട്ട് ബാക്കി ഇപ്പോൾ 2 റക്അത്ത് കഴിഞ്ഞെങ്കിൽ ആദ്യം 2 റക്അത്ത് സ്പീഡ് നിസ്കരിക്കും, എന്നിട്ട് ജമാഅത്തിലേക്ക് ജോയിൻ ചെയ്യും. ഇതായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. ഖാല ഫജാഅ മുആദ് റളിയല്ലാഹു അൻഹു, മുആദ് റളിയല്ലാഹു അൻഹു വന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ലാ അജിദുഹു അലാ ഹാലിൻ അബദൻ ഇല്ലാ കുൻതു അലൈഹ സുമ്മ ഖളൈതു മാ സബഖനി. അതായത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അദ്ദേഹം പറയാണ്, ആദ്യം ആ ജമാഅത്തിൽ പങ്കെടുക്കുക, ജമാഅത്തിനോടൊപ്പം കിട്ടിയത് ആദ്യം എടുത്തതിന് ശേഷം നഷ്ടപ്പെട്ടത് പൂർത്തീകരിക്കുക. അതിന് അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇതുപോലെ നമസ്കരിച്ചു, നബിയോടൊപ്പം ഞാൻ നമസ്കരിച്ചു. ഫലമ്മ ഖളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നബി സലാം വീട്ടിയപ്പോൾ ഖാമ ഫഖള, ഞാൻ എഴുന്നേറ്റിട്ട് ബാക്കി നിസ്കരിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ആ സമയത്ത് റസൂൽ പറയുകയാണ്, മുആദേ ഇന്നഹു ഖദ് സന്ന ലക്കും മുആദ്, നീ ഒരു സുന്നത്ത് നടപ്പിലാക്കി മുആദ്, നീ ഒരു സുന്നത്താണ് ചെയ്തത്, ശരിയായ രീതിയാണ് നീ ചെയ്തത്. കാരണം നീ ആദ്യം ജമാഅത്തിൽ വന്ന് പങ്കെടുത്തു, എന്നിട്ട് നിനക്ക് ഇമാമിനോടൊപ്പം കിട്ടിയതെടുത്തു, നഷ്ടപ്പെട്ടത് നീ പിന്നീട് എഴുന്നേറ്റ് നിസ്കരിച്ചു. ഫഹാക്കദ ഫസ്നഉ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് മുആദ്. മുആദ് റളിയല്ലാഹു അൻഹു കറക്റ്റാണ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഹാദിഹി സലാസത്തു അഹ്വാൽ, ഇതാണ് നിസ്കാരത്തിൻ്റെ 3 ഘട്ടം. ആദ്യം കിബില ശരിയാക്കി, പിന്നെ ബാങ്ക് ശരിയാക്കി, പിന്നെ നിസ്കാരത്തിൽ വന്ന് ജമാഅത്തിനോടൊപ്പം ജോയിൻ ചെയ്യേണ്ട രൂപം ശരിയാക്കി. ഇതാണ് നമസ്കാരത്തിൻ്റെ 3 ഘട്ടം. അപ്പം നിസ്കാരം ആദ്യമേ പോയിട്ട് അങ്ങോട്ട് നടപ്പിലാക്കുകയല്ല. അപ്പോൾ ഇസ്ലാം സ്വീകരിച്ചു വരുന്ന ഒരാളോട് ഒറ്റയടിക്ക് നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. ഇന്നലെ ഇസ്ലാം സ്വീകരിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലിയ ആളോട് കിബിലയുടെ കഥ, ബാങ്കിൻ്റെ കഥ, ബാങ്ക് കൊടുക്കേണ്ടത് എല്ലാം പഠിപ്പിച്ചു കൊടുക്കണ്ട. പതുക്കെ അല്പം കുറേശ്ശെ അയാൾക്ക് പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ ബാങ്ക് മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. നിസ്കാരം എന്ത് ചെയ്യണം? തഖ്ലീദായിട്ട് എന്തൊക്കെ ചെയ്യണോ അതേപോലെ ചെയ്യേണ്ടി വരും. അടുത്ത ദിവസം ചിലപ്പോൾ നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. 2ാമത്തെ വക്തിൽ ലൊഹറിനായിരിക്കും ചിലപ്പോൾ റുക്കൂ പഠിപ്പിച്ചു കൊടുക്കുക, ഫാത്തി പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു പുതു മുസ്ലിമിനെ ഇസ്ലാം പഠിപ്പിക്കാൻ പറ്റുന്ന രീതി പ്രവാചകൻ തൻ്റെ സമൂഹത്തെ, സ്വഹാബത്തിനെ നമസ്കാരം എങ്ങനെയാണ് നടപ്പിലാക്കിയെന്ന രീതിയാണ്. ഇനി നമുക്ക് നോമ്പിലേക്ക് പോവാം. മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, നോമ്പും ഇതുപോലെ 3 രൂപത്തിലാണ് നടപ്പിലാക്കിയത്. വഅമ്മ സിയാം വഅമ്മ അഹ്വാലു സിയാം ഫഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖദിമൽ മദീന, പ്രവാചകൻ മദീനയിലെത്തിയപ്പോൾ നോമ്പ് 3 സ്റ്റേജിലൂടെയാണ് അത് നടപ്പിലാക്കിയത്. അപ്പോൾ ഇതൊക്കെ മദീനയിലെത്തിയപ്പോൾ എന്ത് പറയാൻ കാരണം? മദീനയിലെത്തിയപ്പോഴാണ് നോമ്പ് നിർബന്ധമാക്കിയത്. പക്ഷെ നമസ്കാരം മക്കയിൽ വെച്ചേ ഉണ്ട്. ഇതിൻ്റെയൊക്കെ യഥാർത്ഥ രൂപം പൂർത്തീകരിക്കപ്പെട്ടത് മദീനയിലാണ്. കാരണം സൂറത്ത് ബഖറ അവതരിച്ചത് മദീനയിലാണ്. അപ്പോൾ പ്രവാചകൻ മദീനയിലെത്തിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിനെ 3 രൂപത്തിലാണ് നടപ്പിലാക്കിയത്. ഫജഅല യസൂമു മിൻ കുല്ലി ഷഹ്രിൻ 3 അയ്യാം. ആദ്യം പ്രവാചകൻ എല്ലാ മാസവും 3 നോമ്പ് നിർബന്ധാക്കി. വസാമ ആശുറ, മുഹറം 10 നോമ്പും നിർബന്ധാക്കി. സുമ്മ, പിന്നീട് ഇന്നല്ലാഹ ഫറള അലൈഹി സിയാം, പിന്നീട് അവരുടെ മേൽ നോമ്പ് നിർബന്ധമാക്കി. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. അപ്പോൾ ആദ്യം നിർബന്ധമാക്കിയതാണ് ഈ പറഞ്ഞത്, നമ്മളിപ്പോൾ പഠിച്ചത് 183-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. മാസത്തിലെ 3 നോമ്പും ആശുറ നോമ്പും. എന്നിട്ട് പറയുകയാണ്, ഇലാ ഖൗലിഹി വഅലല്ലദീന യുതീഖുനഹു ഫിദിയത്തു തുആമു മിസ്കീൻ. ഇനി ഞെരുങ്ങി എടങ്ങേറായി നോമ്പ് പിടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്താൽ മതി എന്ന ആയത്ത് ഓതിയിട്ട് പറയുന്നു, ഫക്കാന മൻ ഷാ അസ്വാമ, ഉദ്ദേശിക്കുന്നവന് നോമ്പെടുക്കാം. വമൻ ഷാ അത്വാമ മിസ്കീൻ, ഉദ്ദേശിക്കുന്നവന് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാം. ഫഅജ്സ ദാലിക അൻഹു, അത് മതിയാകുന്നതാണ്. സുമ്മ, പിന്നീട് ഇന്നല്ലാഹ അസ്സ വജല്ല അൻസലൽ ആയത്തൽ ഉഖ്റ, മറ്റൊരായത്ത് അവതരിപ്പിച്ചു. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ,
അതെവിടം വരെ അദ്ദേഹം ഓതി? ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസുംഹ്. ആ സമയത്ത് ഫഅസ്ബത്തല്ലാഹു സിയാമഹു അലൽ മുഖീമിസ് സ്വഹീഹി, ആരോഗ്യവാനായിട്ട് തൻ്റെ നാട്ടിൽ കഴിയുന്ന ഒരാൾക്ക് നോമ്പ് അള്ളാഹു നിർബന്ധമാക്കി, റമളാനിലെ നോമ്പ് നിർബന്ധമാക്കി. വറഖസ ഫീഹി ലിൽ മരീദ്, രോഗിക്ക് ഇളവ് കൊടുത്തു. വൽ മുസാഫിർ, മുസാഫിറിന് ഇളവ് കൊടുത്തു. വസബത ലിതആമുലിൽ കബീർ അല്ലദീ ലാ യസ്തതിഉ സിയാം, പ്രായം ചെന്ന് വാർദ്ധക്യാവസ്ഥയിലുള്ള മനുഷ്യനാണെങ്കിൽ അയാൾക്ക് ഭക്ഷണം കൊടുത്താൽ മതി, അയാൾക്ക് നോമ്പ് പിടിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ വിശദമായി പിന്നീട് പറയും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സ്റ്റേജ്. ആദ്യം നോമ്പ് നിർബന്ധമാക്കിയത് മാസത്തിൽ 3 ദിവസവും ആശുറാവും. പിന്നീട് ഷഹുർ റമദാൻ അല്ലദീ അവതരിച്ചപ്പോൾ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കി. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേജ് പറയാൻ പോവാണ്. വക്കാനു യഅ്കുലൂന വയശ്റബൂൻ, വക്കാന യഅ്കുല, മൂന്നാമത്തെ സ്റ്റേജ് പറയാൻ പോവാണ്. വക്കാന യഅ്കുലൂന, ഇവർ ഭക്ഷണം കഴിക്കുമായിരുന്നു. വയശ്റബൂന, ഇവർ വെള്ളം കുടിക്കുമായിരുന്നു. വയഅ്തൂന നിസാ, ഇവർ സ്ത്രീകളുമായി ബന്ധത്തിലേർപ്പെടുമായിരുന്നു. മാലം യനാമു, ഉറങ്ങിയിട്ടില്ലെങ്കിൽ. അതായത് ഇവരുടെ നോമ്പ് എങ്ങനെയായിരുന്നു? ഫൈദനാമു ഇംതനഉ, ഇവർ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ അത്താഴം കഴിക്കഴിഞ്ഞു. മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ മാത്രമാണ് ആകെ ഭക്ഷണം കഴിക്കാൻ സമയമുണ്ടായിരുന്നത്. രാത്രി ഉറങ്ങിപ്പോയാൽ പിന്നെ അത്താഴമില്ല. രാത്രി ഉറങ്ങിപ്പോയാൽ പിന്നെ ഭാര്യയായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല. രാത്രിയെ നോമ്പ് തുടങ്ങും. പിന്നെ രാവിലെ സുബഹിക്ക് എഴുന്നേറ്റാൽ നോമ്പാണ്, ളുഹറിന് നോമ്പാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് എങ്ങനെ പ്രയാസമായി? സുമ്മ ഇന്ന റജുലൻ മിനൽ അൻസാരി, ഒരു അൻസാറിൽപ്പെട്ടൊരു സഹാബി, അദ്ദേഹം കാന യഅമലു സായിമൻ ഹത്താ അംസ, അദ്ദേഹം നോമ്പുകാരനായിരിക്കെ വൈകുന്നേരം വരെ പണിയെടുത്തു. ഫജാഅ ഇലാ അഹ്ലിഹി, തൻ്റെ കുടുംബത്തിൻ്റെ അടുക്കലേക്ക് എത്തി. ഫസല്ലൽ ഇശാ, ഇശാ നിസ്കരിച്ചു. അദ്ദേഹം സുമ്മനാമ, പിന്നെ ഉറങ്ങിപ്പോയി, ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. ഫലം യഅ്കുൽ വലം യശ്റബ്, വെള്ളം കുടിച്ചുമില്ല ഭക്ഷണം കഴിച്ചുമില്ല. ഹത്ത അസ്ബഹ, പ്രഭാതം ആകുന്നത് വരെ അങ്ങനെ തന്നെ. അസ്ബഹ സ്വായിമൻ, പ്രഭാതമായപ്പോൾ പിന്നെ വീണ്ടും നോമ്പായി. ആള് വിഷമിച്ച് വന്ന് ആ വിഷമത്തിൽ നമ്മൾ പറയൂലേ, നോമ്പ് പിടിച്ച് വിഷമിച്ച് വന്ന് കിടന്നതാണ്, പിന്നെ ആളെ വിളിച്ചെഴുന്നേക്കൂല. എത്ര നോമ്പാണെന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച് കിടന്നു പോയാൽ പിന്നെ വെള്ളം കുടിക്കാൻ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ ആ ഉറക്കത്തിൻ്റെ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോവും. അപ്പം ഇങ്ങനെ പ്രയാസമായി. ഫറആഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഖദ് ജഹിദ ജഹിദൻ ഷദീദൻ, പ്രവാചകന് മനസ്സിലായി ഇത് അങ്ങേയറ്റം പ്രയാസമാണ് എൻ്റെ സ്വഹാബത്തിനെന്ന്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബത്തിനോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ആ സ്വഹാബിയും പറഞ്ഞു, നബിയെ ഭയങ്കര ഇടങ്ങേറാണ്, പ്രയാസമാണ് നോമ്പ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദ്ദേഹം പറയുകയാണ്, ഇന്നി അമിൽതു അംസി, ഞാൻ ഇന്നലെ പണിയെടുത്തു. എന്നിട്ട് ഫജിഅ്തു ഹീന ജിഅ്തു ഫഅൽഖൈതു നഫ്സി ഫനിംതു ഫഅസ്ബഹ്തു ഹീന അസ്ബഹ്തു സായിമൻ, ഞാൻ വന്ന് ഉറങ്ങിപ്പോയി, പിന്നെ എനിക്ക് അത്താഴം കഴിക്കാൻ പറ്റിയില്ല, പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ വീണ്ടും എനിക്ക് നോമ്പായി. പ്രവാചകർ ആകെ ഇടങ്ങേറാണ്. ഖാല വകാന ഉമർ റളിയല്ലാഹു ആയിരുന്നു, ഖദ് അസാബ മിനൻ നിസാഇ ബഅദ മാ നാം, അദ്ദേഹം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകളായിട്ട് ബന്ധപ്പെടാൻ പാടില്ലല്ലോ. ഉമർ റളിയല്ലാഹു ആ ഉറക്കത്തിൻ്റെ ശേഷം സുബഹിക്ക് മുമ്പേ സ്ത്രീയായിട്ട് ഭാര്യയായിട്ട് ബന്ധപ്പെട്ടു. ഫഅത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ അടുക്കലേക്ക് വന്നിട്ട് ഫദക്കറ ദാലിക ലഹു, ഈ വിഷയത്തിൽ നബിയോട് ഉമർ റളിയല്ലാഹുവും പറഞ്ഞു ഈ പ്രശ്നം. ആ സന്ദർഭത്തിലാണ് നമ്മുടെ അടുത്ത പേജിലൊരായത്തുണ്ട്, ഉഹില്ല ലക്കുമുൽ ലൈലത്ത സിയാമി റഫത്തു ഇലാ നിസായിക്കും. അടുത്ത പേജിലൊരായത്തുണ്ട്, ആ ആയത്ത് അവതരിക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ ഘട്ടം. ആ ആയത്ത് അവതരിച്ചതോടുകൂടി എപ്പോൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്യണം, എപ്പോൾ അവസാനിപ്പിക്കണം, എപ്പോഴൊക്കെ ഭാര്യയുമായിട്ട് ബന്ധപ്പെടാം, എപ്പോൾ ഭാര്യയായിട്ട് സംസർഗത്തിൽ ഏർപ്പെടാം എന്ന് നിയമം കൊണ്ടുവരികയാണ്. രാത്രി മുഴുവൻ അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഭാര്യയുമായി ബന്ധപ്പെടാം, പക്ഷേ ഫജ്ർ മുതൽ നോമ്പ് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഈ ഇളവ് കൂടി കൊണ്ടുവന്നപ്പോഴേക്കും നോമ്പിൻ്റെ ആ മൂന്നാമത്തെ സ്റ്റേജ് കൊണ്ടത് പൂർത്തീകരിക്കപ്പെട്ടു. അപ്പോൾ 3 സ്റ്റേജുകളിലാണ് നോമ്പ് അള്ളാഹു നടപ്പിലാക്കിയത്. ഒന്ന് മാസത്തിലെ 3ഉം ആഷുറാവും. പിന്നെ ഷഹ്ർ റമദാൻ അല്ലദീ അവതരിച്ചപ്പോൾ അത് സുന്നത്തായി, റമദാനിലെ 30 ദിവസത്തെ നോമ്പ് നിർബന്ധമായി. മൂന്നാമത്തെ സ്റ്റേജ് രാത്രി
ഇശാൻ്റെയും മഗ്‌രിബിൻ്റെ ഇടയിൽ മാത്രം ഭക്ഷണം കഴിക്കുക, ഭാര്യയുമായിട്ടുള്ള ബന്ധപ്പെടൽ. പക്ഷേ ഈ ഒരു പ്രയാസം അവർക്ക് രാത്രി ഉറക്കം ബാധിക്കുകയോ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഈ ഇളവ് അവർക്ക് എടുക്കാൻ പറ്റില്ല. നോമ്പ് പിടിച്ച് കഴിഞ്ഞിട്ടുള്ള ഭക്ഷണം കഴിയും, ഭാര്യയുമായിട്ടുള്ള ബന്ധപ്പെടലും അവർക്ക് രാത്രി സമയങ്ങളിൽ കഴിയില്ലായിരുന്നു, ഹറാമായിരുന്നു. അത് ബുദ്ധിമുട്ടാണെന്ന് കണ്ടപ്പോൾ അടുത്തൊരു സ്റ്റേജിലേക്ക് പോയി. അങ്ങനെ അവർക്ക് ഇളവ് കൊടുത്തു. രാത്രി മുഴുവൻ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഭാര്യയുമായിട്ട് ഇടപഴകാം, അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം. ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മൾ വിശദമായി വിശദീകരിക്കും. അപ്പം ഈ 3 ഘട്ടങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല നോമ്പ് നടപ്പിലാക്കിയത്. അപ്പം ഇത് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഇസ്ലാമിൻ്റെ പ്രാക്ടിക്കൽ വശം, അത് നടപ്പിലാക്കിയ പ്രവാചകൻ്റെ മെത്തഡോളജി നമുക്ക് അറിയുമ്പോഴാണ് ഒരാളെ, നമ്മുടെ ചെറിയ കുട്ടികൾ മുതൽ നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന, സ്കൂളിൽ പഠിപ്പിക്കുന്ന, നമ്മളൊരാൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്നിടത്ത് പോലും നമുക്കതിൻ്റെ പ്രാക്ടിക്കൽ വശം കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതല്ലെങ്കിൽ ചില കാര്യങ്ങൾ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ ആളുകൾക്കിത് ബുദ്ധിമുട്ടാകും. അപ്പോൾ ആ പ്രവാചകൻ്റെ രീതിശാസ്ത്രം അത് അല്ലാഹു സുബ്ഹാനഹു തആല നടപ്പിലാക്കിയ രീതിയാണ്. അതാണ് പ്രവാചകൻ സഹാബാക്കളിൽ നടപ്പിലാക്കിയത്. ഇതുപോലെയാകണം നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നിടത്തും, നമ്മുടെ സ്കൂളിലെയും മദ്രസയിലെയും കുട്ടികളെ പഠിപ്പിക്കുന്നിടത്തും. നമ്മുടെ മുന്നിലേക്ക് ഒരാൾ ചോദ്യവുമായി വന്നാൽ ആ ചോദിക്കാൻ വന്നവൻ ആരാണ് എന്ന് മനസ്സിലാക്കി അയാൾക്കൊരു ക്യാപ്സ്യൂൾ പരുവത്തിലാക്കി കുറേശ്ശെ പറഞ്ഞു കൊടുക്കണം. ഇത് കേൾക്കുന്ന ഉടനെ തന്നെ ഇത് എന്നെക്കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കരുത് നമ്മൾ. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങൾ വിശദീകരിക്കാം. നോക്കൂ, അടുത്ത ആയത്ത് 185-ാമത്തെ ആയത്ത്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഷഹ്റു റമളാൻ, റമളാൻ മാസം. അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അതിലെത്രേ ഖുർആൻ അവതരിക്കപ്പെട്ടത്. ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശനം നൽകിക്കൊണ്ട്. വബയ്യിനാത്തിൻ, വ്യക്തമായ തെളിവുകളുമായി. മിനൽ ഹുദാ, സന്മാർഗത്തിൻ്റെയും. വൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിച്ചുകൊണ്ടും വ്യക്തമായ തെളിവുകൾ അവതരിപ്പിച്ച ഖുർആൻ അള്ളാഹു അവതീർണമാക്കിയത് റമദാനിലാണ്. ഈ ഭാഗം നമുക്കൊന്ന് വിശദീകരിക്കാം. നമുക്കറിയാം ഖുർആൻ റമദാനിലാണ് അവതരിച്ചത്. ഇപ്പോൾ മറ്റു വേദഗ്രന്ഥങ്ങളോ, തൗറാത്തും ഇഞ്ചീലും സബൂറും സുഹഫി ഇബ്രാഹിം ഒക്കെയോ, അതിനെപ്പറ്റി നമുക്ക് ഹദീസുകൾ കാണാൻ കഴിയും. സ്വഹീഹായ ഹദീസിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തൻ്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, ഉൻസിലത്ത് സുഹഫി ഇബ്രാഹിം ഫി അവ്വലി ലൈലത്തി മിൻ റമദാൻ. റമദാനിൻ്റെ ആദ്യത്തെ രാത്രിയിലാണ് ഇബ്രാഹിം നബിക്ക് അവതരിച്ച സുഹഫ് ഇബ്രാഹിം അള്ളാഹു അവതരിപ്പിച്ചത്. വ ഉൻസിലത്തി തൗറാത്ത്, മൂസാ നബിക്ക് അവതരിക്കപ്പെട്ട തൗറാത്തോ ലിസിത്തിൻ മലൈന മിൻ റമദാൻ, റമദാനിൻ്റെ 6 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ്. വൽ ഇഞ്ചീലു, ഇഞ്ചീൽ അവതരിക്കപ്പെട്ടത് ലി 13 ഖലത്ത് മിൻ റമദാൻ, റമദാനിൻ്റെ 13 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ്. വ അൻസലല്ലാഹുൽ ഖുർആൻ, ഖുർആനിനെ അള്ളാഹു അവതരിപ്പിച്ചത് ലി 24 ഖലത്ത് മിൻ റമദാൻ, റമദാനിൻ്റെ ആദ്യത്തെ 24 കഴിഞ്ഞപ്പോഴാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവസാനത്തെ 10-ൽ അവസാനത്തെ 3 രാവുകൾ അല്ലേ, അവസാനത്തെ 25-ഉം 27-ഉം 29-ഉം അത് നിങ്ങൾക്ക് ക്ഷീണം ബാധിക്കാതിരിക്കട്ടെ എന്ന് പ്രവാചകൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. അവസാനത്തെ പ്രധാനപ്പെട്ട 3 രാത്രികൾ. ഇവിടെ ഈ ഹദീസ് പറയുകയാണ് 24-ന് ശേഷമാണ് ഖുർആൻ അവതരിക്കപ്പെട്ടതെന്ന്. അപ്പം മുഴുവൻ വേദഗ്രന്ഥങ്ങളെയും അള്ളാഹു അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്തൊരു മാസമാണ് പരിശുദ്ധമായ റമദാൻ. ആ റമദാനിൽ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്നാണ് അടുത്ത വചനത്തിൽ അള്ളാഹ് പറയുന്നത്. ഫമൻ ഷഹിദ, ആരെങ്കിലും സാക്ഷിയായാൽ, മിൻകും, നിങ്ങളിൽ നിന്ന്, അശ്ശഹ്റ, ആ മാസത്തിൽ, ഫല്യസുംഹു, അവൻ നോമ്പെടുത്തുകൊള്ളട്ടെ. ഈ വാചകം അവതരിച്ചതോടുകൂടി മുമ്പ് അവതരിച്ച നിയമം മൻസുഖായി. മൻസുഖ് എന്ന് പറഞ്ഞാൽ ദുർബലപ്പെട്ടു, നസ്ഖ് ചെയ്യപ്പെട്ടു. വസിയത്തിൻ്റെ ആയത്ത് നമ്മൾ പഠിച്ചില്ലേ, വസിയത്തിൻ്റെ ആയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ആ ആയത്തും നസ്ഖ് ചെയ്യപ്പെട്ടു സൂറത്തുൻ നിസായിലെ അനന്തരാവകാശത്തിൻ്റെ ആയത്തുകൾ അവതരിച്ചപ്പോൾ. അതുപോലെ ഇവിടെ നോമ്പിൻ്റെ ആദ്യത്തെ നിയമം ഷഹ്റു റമദാൻ അല്ലദീ എന്ന ആയത്ത് അവതരിച്ചുകൂടി നസ്ഖ് ചെയ്യപ്പെട്ടു. എന്നാൽ നസ്ഖ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞൊരു അഭിപ്രായമുണ്ട്, നമുക്ക് കുറച്ച് കഴിഞ്ഞ് വിശദീകരിക്കാം. നോക്കൂ,
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഫമൻ ഷഹിദ മിൻകുമുശ്ശഹ്ർ, ആ മാസത്തിൽ ഷാഹിദായ ഒരാൾ, ഷഹിദ എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിക്കുക എന്നാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുത്ത വിശദീകരണം ഇങ്ങനെയാണ്. അതിൽ സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം പറയുന്നു കാന സ്വഹീഹൻ മുഖീമൻ, ആരോഗ്യമുണ്ടായിരിക്കെ സ്വന്തം നാട്ടിലൊരാളുണ്ടെങ്കിൽ അവനാണ് ഫമൻ ഷഹിദ മിൻകുമെന്ന് പറഞ്ഞത്. ആരോഗ്യം ഉണ്ടാകണം, കാരണം ആരോഗ്യമില്ലാത്ത രോഗിക്ക് നോമ്പ് നിർബന്ധമല്ല. മുക്കീമാകണം, നാട്ടിലുണ്ടാകണം, യാത്രയിലാണെങ്കിൽ അയാൾക്കും നോമ്പ് നിർബന്ധമല്ല. അപ്പം ഷഹീദ എന്ന് പറഞ്ഞെടുത്ത് സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തോടെ നാട്ടിലുള്ള ഒരാളാണ് ഫമൻ ഷഹിദ മിൻകും ഷഹ്റ ഫൽയസ്മുഹു എന്ന് പറഞ്ഞത്. നോക്കൂ, വമൻ ഖാന മരീദൻ, ഇനി ഒരാൾ രോഗിയായിരുന്നാൽ, നേരത്തെ നിയമത്തിലും രോഗിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, യാത്രക്കാരനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നോമ്പും ആ നോമ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. അതൊരു മാസത്തെ കാലത്ത് നോമ്പല്ല, മറിച്ച് കുറച്ച് ദിവസത്തെ നോമ്പാണ്. പക്ഷെ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ അതിൽ രോഗിക്കും യാത്രക്കാരനും ഇളവുണ്ടോ? അല്ലാഹ് പറയണ ഇളവുണ്ട്. വമൻ കാന മരീളൻ, രോഗിയായാൽ, ഔ അലാ സഫറിൻ, യാത്രയിലാണെങ്കിൽ, ഫഇദ്ദത്തുൻ, അപ്പോൾ അവൻ എണ്ണം പൂർത്തിയാക്കണം, മിൻ അയ്യാമിൻ മുഹർ, മറ്റു ദിവസങ്ങളിൽ. അവിടെ വേറൊരു വാചകം കൊണ്ടുവന്നില്ല അല്ലാഹ്. ഫിദിയത്തു ത്വാമു മിസ്കീൻ അവിടെ കൊണ്ടുവന്നില്ല. ശ്രദ്ധേയമായ കാര്യമാണ്. രണ്ടാമത് നോമ്പ് റമദാനിൽ നിർബന്ധമാക്കി എന്ന് പറഞ്ഞ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ അള്ളാഹു ഒരിക്കലും ഫിദിയത്തു ത്വാമു മിസ്കീൻ ഇവിടെ കൊണ്ടുവന്നില്ല. കാരണം റമദാനിലെ നോമ്പ് യാത്രയിലാണ്, രോഗിയാണ് എങ്കിൽ മറ്റൊരു ദിവസം അയാൾ പിടിച്ചു വീട്ടൽ നിർബന്ധമാണ്. ഫിദിയത്തു ത്വാമു മിസ്കീൻ പറ്റൂല. പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്ത് ഫിദിയ കൊടുക്കാന്നുള്ള ചോയ്സ് റമദാൻ നോമ്പിൻ്റെ വിഷയത്തിൽ ഇല്ല. അതുകൊണ്ടാണ് ഒരായത്തപ്പുറം രോഗിയുടെയും യാത്രക്കാരൻ്റെയും വിഷയം പറഞ്ഞ കൂട്ടത്തിൽ ഫിദിയത്തു ത്വാമു മിസ്കീൻ പറഞ്ഞു, ഒരായത്തിപ്പുറം അത് കൊണ്ടുവന്നില്ല. അപ്പം റമദാനിൽ ഒരാൾ യാത്ര പോയി, ആ യാത്ര പോയ നോമ്പ് അയാൾ പിടിച്ചു വീട്ടണം മറ്റു ദിവസങ്ങളിൽ. രോഗിയായി അയാൾ മറ്റു ദിവസങ്ങളിൽ പിടിച്ചു വീട്ടണം. ഇനി ചില കാര്യങ്ങൾ ഇവിടെ സംശയം വരും. അപ്പോൾ രോഗി നിത്യരോഗിയാണെങ്കിലോ? എല്ലാ സമയത്തും അയാൾ മരുന്ന് കഴിക്കണം, നിത്യരോഗിയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു വാർദ്ധക്യം ബാധിച്ച ഒരാളുടെ സ്റ്റേജിലാണ് അയാളുള്ളത്. അവർക്ക് ഇളവുണ്ട്. വാർദ്ധക്യം ബാധിച്ച ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്താണ് ഇളവുള്ളത്? അയാൾക്ക് നോമ്പിന് പകരം പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്താൽ മതി. എന്താണ് അതിൻ്റെ തെളിവ്? മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, സ്വഹാബാക്കളിൽ അവസാനം മരണപ്പെട്ട സ്വഹാബികൾ ഒരാളാണ് അനസ് ബിൻ മാലിക്. 100 വയസ്സിന് മേലെയുണ്ട്, 101 വയസ്സെന്നൊക്കെ പറയപ്പെടുന്നു, 102 വയസ്സെന്ന് പറയപ്പെടുന്നു. അവസാനം മരണപ്പെട്ട സ്വഹാബി അനസ് ബിൻ മാലിക്. അപ്പോൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രായമായി, വാർദ്ധക്യത്തിലെത്തി. ആ സമയത്ത് അദ്ദേഹത്തിന് നോമ്പ് പിടിക്കാൻ കഴിയാതെ വന്നപ്പോൾ തുടർച്ചയായി 1-2 കൊല്ലം അദ്ദേഹത്തിന് നോമ്പ് പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം പാവപ്പെട്ടവർക്ക് റൊട്ടിയും മാംസവും ആഹാരമായി കൊടുത്തു. അപ്പോൾ ഫിദിയത്തു ത്വാമു മിസ്കീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഫിദിയ? ഒന്ന്, ഒരു മുദ്ദ് ആഹാരമാണ്. ഒരു മുദ്ദെന്ന് പറഞ്ഞാൽ 2 കൈ പിടിച്ചിട്ട് ധാന്യം കോരിയെടുക്കുന്ന ഈ അളവിനാണ് ഒരു മുദ്ദ് എന്ന് പറയുക. ഒരു മുദ്ദ്, ഇതൊരു മനുഷ്യൻ്റെ ആഹാരമാണ്, ഒരു ദിവസത്തെ ആഹാരമാണ്. ഇനി അതല്ല, ഭക്ഷണം പാചകം ചെയ്താണ് കൊടുക്കണതെങ്കിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചെയ്ത രീതിയാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത്. അത് ഭക്ഷണം പാചകം ചെയ്ത് പാവപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ആ സദസ്സിലേക്ക് പാവപ്പെട്ടവനെ വിളിച്ച് ഒരു ഗസ്റ്റായിട്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ ഒരു നോമ്പിന് പരിഹാരമാണ്. അപ്പോൾ ഇതാണ് പ്രായം ചെന്ന ആളുകളും നിത്യരോഗികൾക്കും ഇളവുള്ളത്. അത് ഹദീസിൻ്റെ പിൻബലത്തോടുകൂടി ആ ഇളവ് നമുക്ക് കാണാൻ കഴിയും. ഈ ആയത്ത് കൊണ്ട് 183-ാമത്തെ ആയത്ത് നെസ്ഖ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന അഭിപ്രായം പറഞ്ഞ വ്യക്തി മഹാനായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം അത് നെസ്ഖ് അല്ല എന്ന് പറയാനൊരു കാരണമുണ്ട്. അതിൻ്റെ കാരണം, ആ ആയത്തിൽ അള്ളാഹു പറഞ്ഞല്ലോ ഫിദിയത്തു ത്വാമു മിസ്കീൻ, പാവപ്പെട്ടവർക്ക് ഫിദിയ കൊടുക്കണ കാര്യം.
ഇത് ഖുർആൻ കൊണ്ട് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്, ഹദീസിലുണ്ട്. അപ്പം ആ ആയത്തിൽ പറഞ്ഞ ആ വാക്ക് എന്തല്ല, നസ്ഖല്ല. കാരണം അവിടെ ഉദ്ദേശിച്ചത് ആരെയാണ്? അദ്ദേഹം പറയുന്നു പ്രായം ചെന്ന ആളുകളെയാണ്. നോമ്പ് പിടിക്കാൻ അവരെ കൊണ്ട് കഴിയൂല, അങ്ങനത്തെ ആളുകൾക്ക് ഫിദിയ കൊടുക്കാം. അതേ സ്റ്റേജിലാണ് ആരുള്ളത്? നിത്യ രോഗിയായിട്ടുള്ള ആളുകളും വരിക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ആയത്തിൽ പറഞ്ഞത് നസ്ഖല്ല എന്ന് പറഞ്ഞു. എന്നാൽ തഫ്സീറുകൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ റാജിഹായ ജുംഹൂറിൻ്റെ അഭിപ്രായം അത് നസ്ഖാണ് എന്നതാണ്. അപ്പോൾ പിന്നെ ത്വാമു മിസ്കിൻ അനുവദനീയമല്ലേ? അനുവദനീയാണ്. ദുർബലരായ പ്രായം ചെന്നവർക്കും നിത്യരോഗിക്കും അനുവദനീയമാണ്. എങ്ങനെ? ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ. അതിൻ്റെ തെളിവ് എവിടെയുള്ളത്? ഹദീസിലുള്ളത്. ഓക്കെ, ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇനി സ്ത്രീകൾ, ഗർഭിണികളായ സ്ത്രീകളുടെ വിഷയത്തിൽ എന്താണ് അവരുടെ വിഷയത്തിലുള്ള നിലപാട്? അദ്ദേഹം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അത് ഉൾപ്പെടുത്തുന്നുണ്ട്. അൽ ഹാമിൽ വൽ മുർളിയ, ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും. ഇദാ ഖാഫത അല അൻഫുസിഹിമ ഔ വലദൈഹിമ ഫഫീഹിമ ഖിലാഫുൻ കസീറുൻ ബൈനൽ ഉലമാ. ഒന്നെങ്കിൽ അവരുടെ ശരീരത്തിനോ കുട്ടികളുടെ ശരീരത്തിനോ പ്രയാസമാകുമെന്ന് അവർ ഭയപ്പെട്ടാൽ അവരുടെ വിഷയത്തിൽ ഖിലാഫുൻ കസീറുൻ ബൈനൽ ഉലമാ, ഉലമാക്കൾക്കിടയിൽ ഇഖ്തിലാഫുള്ള വിഷയമാണ്. അദ്ദേഹം പറഞ്ഞു ഫമിൻഹും മൻ ഖാൽ, അതിൽ പണ്ഡിതന്മാരുടെ ഇഖ്തിലാഫ് അദ്ദേഹം പറയുകയാണ്. യുഫ്തിറാനി വയഫ്തിയാനി വയഖ്ലിയാനി, അവർക്ക് നോമ്പ് ഒഴിവാക്കാം, അതിനുശേഷം ഒരു നോമ്പ് പിടിക്കുകയും വേണം, ഫിദിയ കൊടുക്കുകയും വേണം. മറ്റൊരു അഭിപ്രായം യഫ്തിയാനി ഫഖത്ത്, നോമ്പ് പിടിക്കണ്ട, ഫിദിയ മാത്രം കൊടുത്താൽ മതി, വല ഖലാ വീട്ടേണ്ടതില്ല. മൂന്നാമത്തെ അഭിപ്രായം യജിബുൽ ഖലാ ബിലാ ഫിദിയ, ഫിദിയ കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഖലാ വീട്ടൽ നിർബന്ധമാണ്. വഖീല, മറ്റൊരഭിപ്രായം യുഫ്തിറാനി വലാ ഫിദിയ വലാ ഖലാ, അവർ നോമ്പൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല, അവർ ഫിദിയയും കൊടുക്കണ്ട. ഈ 4 അഭിപ്രായമാണ്. ഇതിലേറ്റവും ശരിയായ അഭിപ്രായം അവർ ഖലാ വീട്ടണം, ഫിദിയ കൊടുക്കേണ്ടതില്ല എന്നതാണ്. അവർ ഖലാ വീട്ടിയാൽ മതി, അവർ ഫിദിയ കൊടുക്കണ്ട. പലപ്പോഴും ഗർഭിണികൾ അല്ലെങ്കിൽ മുലയൂട്ടുന്ന സ്ത്രീകൾ ഭൂരിപക്ഷം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നോമ്പ് പിടിക്കാതെ ഫിദിയ കൊടുക്കലാണ്, ആ നോമ്പിന് പകരമായിട്ട്. എന്നാൽ അങ്ങനെ അഭിപ്രായമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ, ഫിദിയ കൊടുത്താൽ മതി, നോമ്പ് പിടിക്കേണ്ടതില്ല. അവർ കാരണം ഒരു ദീർഘകാല പീരീഡിൽ അവർക്ക്, ഒരു രോഗി ദീർഘകാലം എങ്ങനെയാണ് അതുപോലെ അവർക്കൊരു ലോങ് പീരീഡാണ് അതിനുവേണ്ടി അവർക്ക് മാറ്റിവെക്കേണ്ടത്. അതുകൊണ്ട് അവർക്ക് ഫിദിയ കൊടുക്കാം, നിത്യരോഗികളെ പോലെയുള്ള അവസ്ഥയിൽ ഫിദിയ കൊടുക്കാമെന്ന് പറഞ്ഞ അഭിപ്രായമുണ്ട്. പക്ഷേ ഏറ്റവും റാജിഹായ, ഏറ്റവും ശരിയായ അഭിപ്രായം അവരത് പിടിച്ചു വീട്ടലാണ്. കാരണം അവർക്ക് ആ സ്റ്റേജ് കഴിഞ്ഞാൽ ആരോഗ്യകരമായ സ്റ്റേജ് വരും, അതിനുള്ള സാധ്യതയുണ്ട്. പ്രായം ചെന്നവരെ പോലെയല്ല, നിത്യരോഗിയെ പോലെയല്ല, അവർക്ക് അതിന് ശേഷം ആരോഗ്യകരമായ അവസ്ഥ വരും. അതുകൊണ്ട് അവർ യജിബുൽ ഖലാ വീട്ടൽ നിർബന്ധമാണ്, ബിലാ ഫിദിയ, അവർ ഫിദിയ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അതേ വർഷം തന്നെ പിടിച്ചു വീട്ടിയില്ലെങ്കിൽ ഫിദിയ കൊടുക്കണമെന്ന്, പക്ഷെ അതിന് തെളിവ് ഇല്ല. അപ്പോൾ ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും ചെയ്യേണ്ടത്, അവരുടെ ആ മുലയൂട്ടൽ ഒരു സമയം കഴിഞ്ഞു, ഗർഭകാലം കഴിഞ്ഞു, അവർക്ക് ആരോഗ്യമൊക്കെ ഉണ്ട് എങ്കിൽ അവരത് എണ്ണം തിട്ടപ്പെടുത്തി കണക്കാക്കി പിടിച്ച് വീട്ടലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. വല്ലാഹു തആല അഅലം. ഇൻഷാ അല്ലാഹ് ബാക്കി ഇനി കുറച്ച് ഭാഗങ്ങൾ കൂടിയുണ്ട്, അത് ഇൻഷാ അല്ലാഹ് നമുക്കതൊന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വല യുരീദു ബിക്കുമുൽ ഉസ്ർ. യുരീദുല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുന്നു, ബിക്കുമുൽ യുസ്ർ, നിങ്ങൾക്ക് എളുപ്പമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, വല യുരീദു, അവൻ ഉദ്ദേശിക്കുന്നില്ല, ബിക്കുമുൽ ഉസ്ർ, നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണില്ല. അപ്പോൾ ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ ആ നിയമത്തിലൂടെ നിങ്ങളെ ഇടങ്ങേറാക്കാനല്ല അല്ലാഹ് ഉദ്ദേശിക്കുന്നത്, എളുപ്പം നൽകാനാണ്. അതുകൊണ്ടാണ് മതത്തിൽ ഇളവുകൾ അള്ളാഹു വെച്ചത്. നമസ്കാരക്കാർക്ക് ജംഉം കസറും വെച്ചതുപോലെ നോമ്പ് പിടിക്കുന്ന ആളുകളായ യാത്രക്കാർക്കും രോഗികൾക്കും അള്ളാഹു ഇളവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രോഗവും യാത്രയും എങ്ങനെയുള്ള രോഗമാണ്? ഒരു തുമ്മലും ചീറ്റലും ജലദോഷവും എന്ന രോഗമാണോ? ആണോ? അല്ല.
അതും തഫ്സീറുകളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. രോഗമെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ഇബാദത്ത് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അയാൾ രോഗിയായി, ആരോഗ്യകരമായി വളരെ ക്ഷീണത്തിലാണ്, നോമ്പ് പിടിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരവസ്ഥ. ചില ആളുകളൊക്കെ ചിലപ്പോൾ ചിന്തിക്കും, ഒരു ചെറിയ പനി അങ്ങോട്ട് വരുമ്പോഴേക്കും, ചെറിയൊരു ജലദോഷം വരുമ്പോഴേക്കും ഇന്ന് നോമ്പ് പിടിക്കേണ്ട, ഇന്ന് അത്രാണ്ട് ഉഷാറാണില്ല. അത് പറ്റൂല. രോഗി എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഏതുപോലെ പരിഗണിക്കണം? നമ്മൾ യാത്ര ചെയ്യുമ്പോൾ യാത്രയുടെ ദൂരം പരിഗണിക്കൂലേ, ഇതുപോലെ നിങ്ങൾ രോഗത്തിൻ്റെ അവസ്ഥ പരിഗണിക്കണം. ഒരു 10 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് പറയാണ്, ഞാനിപ്പോൾ 10 കിലോമീറ്റർ വണ്ടി ഓടിച്ച് യാത്ര ചെയ്തില്ലേ, ഞാൻ ജമ്മു കസറാക്കാം. പറ്റുമോ? പറ്റൂല. കസറാക്കണതിനൊരു പരിധിയുണ്ട്. ഇതുപോലെ രോഗി എന്നുള്ള അവസ്ഥക്ക് ഒരു അവസ്ഥയുണ്ട്. അവന് വളരെയധികം പ്രയാസപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ്. ഈ അവസ്ഥയിലെത്തിയാലാണ് അവന് നോമ്പ് ഒഴിവാക്കാൻ പറ്റുക. അപ്പോൾ രോഗാവസ്ഥയും യാത്രയും. അപ്പോൾ യാത്രയിൽ ഇനി ഒരാൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റുമോ? ഏറ്റവും അഫ്ദൽ ഒഴിവാക്കലാണ്. ഏറ്റവും അഫ്ദൽ ഒഴിവാക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പിടിച്ചിട്ടുണ്ട്. ആ പ്രവാചകൻ ആ യാത്രക്കിടയിൽ നോമ്പ് മുറിച്ചിട്ടുമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സഹാബി കൊണ്ട് ചോദിച്ചു, നബിയെ, എനിക്ക് യാത്രയിൽ നോമ്പ് പിടിക്കാൻ എനിക്ക് ഉള്ളതായി ഞാൻ കാണുന്നു, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഉഷാറാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ചെയ്യാം. പിന്നെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു തന്ന ഇളവാണ്, ആ ഇളവ് സ്വീകരിക്കലാണ് ഏറ്റവും ഉത്തമം. അയാളോട് വേണ്ടാന്ന് പറഞ്ഞില്ല. പക്ഷേ അപ്പോൾ പ്രവാചകൻ പറയാണ്, ഇളവ് സ്വീകരിക്കലാണ് ഉത്തമം. അതിൻ്റെ അർത്ഥം ഏറ്റവും അഫ്ളലായത് നോമ്പ് ഒഴിവാക്കലാണ്. അതിനുവേണ്ടി പ്രവാചകൻ്റെ ജീവിതത്തിലൊരു സംഭവം പ്രവാചകൻ സ്വഹാബത്തിന് കാണിച്ചു കൊടുക്കാൻ. പ്രവാചകൻ സ്വഹാബികളോടൊപ്പം മക്കാ വിജയ ദിവസത്തിൻ്റെ അന്ന് യാത്ര ചെയ്യാൻ. മക്കാ വിജയത്തിൻ്റെ അന്ന് യാത്ര ചെയ്യുമ്പോൾ നോമ്പിലാണ് എല്ലാവരും. അപ്പോൾ ഈ നോമ്പ് പിടിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്തെത്തിയപ്പോൾ നോമ്പുകാരനായിരിക്കെ പ്രവാചകൻ സ്വഹാബത്തിനോട് ഒരു കപ്പിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ആ കപ്പിൽ വെള്ളം കൊണ്ടുവന്ന് പ്രവാചകൻ ആളുകൾ നിൽക്കെ പ്രവാചകൻ വെള്ളം കുടിച്ചു നോമ്പ് മുറിച്ചു. കാരണം യാത്ര പ്രയാസമായപ്പോൾ. ഇത് കണ്ടു നിന്ന കുറേ സ്വഹാബികൾ നബിയോടൊപ്പം നോമ്പ് മുറിച്ചു, ചിലർ നോമ്പ് മുറിച്ചില്ല. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അനുസരണക്കേടാണ്, അത് അനുസരണക്കേടാണ്. പ്രവാചകൻ നോമ്പ് മുറിച്ചത് എന്തിനു വേണ്ടി? സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സ്വഹാബത്തും അതുപോലെ ചെയ്യണം. അത് യാത്രക്കിടയിൽ നോമ്പ് പിടിച്ചു, പക്ഷെ പ്രയാസം നേരിട്ടാൽ അവൻ നോമ്പ് മുറിക്കലാണ് ഉത്തമം. ഈ പാഠം നബി അവരെ പഠിപ്പിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തും കൂടി യാത്ര പോവാണ്. അപ്പോൾ സ്വഹാബി, ഇതിൻ്റെ പേര് ഞാൻ മറന്നു, അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ പുതപ്പുള്ള ആളുകൾക്ക് വെയിലധികം തട്ടാതെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാമായിരുന്നു, ഞങ്ങൾക്ക് തണലേകി പോകാമായിരുന്നു. പക്ഷെ പുതപ്പില്ലാത്ത ആളുകൾ അവർ തളർന്നിരിക്കും, വിഷമിച്ചിരിക്കും. അപ്പോൾ ഈ പുതപ്പൊക്കെ ഉള്ള ആളുകൾ മാത്രമാണ് കുറച്ച് ചൂടില്ലാതെ രക്ഷപ്പെടുക. അപ്പോൾ ഈ നോമ്പ് പിടിച്ച് തളർന്നിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നോമ്പില്ലാത്ത ആളുകൾ ടെൻറ്റ് കെട്ടാനും അതേപോലെ തന്നെ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കാനൊക്കെ വേണ്ടി അവർ നല്ല രൂപത്തിൽ ഉത്സാഹിച്ച് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് പിടിച്ച് തളർന്നിരുന്നവൻ, യാത്രയിലെ കാര്യം പറയണത് ശ്രദ്ധിക്കണം, നോമ്പ് പിടിച്ച് തളർന്നിരുന്നവരെ നോക്കി, നോമ്പ് പിടിക്കാതെ ആക്റ്റീവായി കുറേ കാര്യങ്ങൾ ചെയ്യുന്നവരെ നോക്കിയിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇന്ന് നോമ്പ് പിടിക്കാത്തവർ എല്ലാ നന്മകളും കൊണ്ടുപോയി. ശ്രദ്ധേയമായ വാക്കാണ്. ഇന്ന് നോമ്പ് പിടിക്കാത്തവരാണ് മുഴുവൻ നന്മയും കൊണ്ടുപോയത്. നോമ്പ് പിടിച്ചിട്ട് യാത്രയിൽ വെറുതെ ക്ഷീണിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് നോമ്പ് പിടിക്കാത്തതാ അവർ ടെൻ്റ് അടിച്ച് അവരെ സഹായിക്കുന്നു, കന്നുകാലികൾക്ക് മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നു, അവർ ഉഷാറായിട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത്ര പ്രയാസപ്പെട്ട് നോമ്പ് പിടിക്കേണ്ട ആവശ്യം ഇല്ല. ഇനി മറ്റൊരു സംഭവം, ഒരാൾ നോമ്പ് പിടിച്ച് തളർന്നിരിക്കുകയാണ്. കൂട്ടത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും കൂടി ചെന്ന് അയാളെ വീശിക്കൊടുക്കണ്, അയാളെ ആശ്വസിപ്പിക്കണം, അയാൾക്ക് തണൽ കൊടുക്കണ്. ഇതൊക്കെ കണ്ടപ്പോൾ നബി ചോദിച്ചു, എന്താ അവിടെ പ്രശ്നം? നബിയെ, മൂപ്പര് നോമ്പുകാരനായാണ്. നബി ശേഷം പറയാൻ, ഇത്ര ബുദ്ധിമുട്ട് നോമ്പ് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്ര ഇടങ്ങേറായിട്ട് നോമ്പ് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അള്ളാഹു തന്ന ഇളവ് സ്വീകരിക്കൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നോമ്പ് യാത്രയിൽ ബുദ്ധിമുട്ടി എനിക്കൊക്കെ പറ്റും എന്ന് പറഞ്ഞാൽ അള്ളാഹ് തന്നൊരു ഇളവാണ്. അള്ളക്കറിയാലോ യാത്ര ബുദ്ധിമുട്ടാണ്, അള്ളക്കറിയാലോ രോഗം ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് നിങ്ങൾ ഇളവ് സ്വീകരിക്കണം. ജമ്മും കസറും എടുക്കൽ അള്ളക്ക് ഇഷ്ടമാണ്. രോഗിയായി ബുദ്ധിമുട്ടുന്നു, യാത്രയിലാണ്, അവൻ നോമ്പൊഴിവാക്കുന്നു, അത് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്. അപ്പോൾ ആ ഇളവ് നമ്മൾ സ്വീകരിക്കണം. അതാണ് രോഗിക്കും യാത്രക്കാരനും അള്ളാഹു എളുപ്പം നൽകുകയാണ്. മാത്രമല്ല മതം എളുപ്പമാണ്, മതം എളുപ്പമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ
യസ്സിറൂ വലാ തുഅസ്സിറൂ, നിങ്ങൾ എളുപ്പമുണ്ടാക്കണം, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ജിഹാദ് പറഞ്ഞെടുത്ത് അള്ളാഹ് പറഞ്ഞു നിങ്ങൾക്ക് അള്ളാഹു മതം എളുപ്പമാക്കി തന്നിരിക്കുന്നു. നോമ്പിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, ബുദ്ധിമുട്ട് ഉദ്ദേശിക്കുന്നില്ല. പല ഇബാദത്ത് പറഞ്ഞെടുത്തും പറഞ്ഞു എളുപ്പമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു പ്രയാസം ഉണ്ടാവും, അത് ഏത് ഇബാദത്തിനും ഉണ്ടാവും അല്ലെ. ഹജ്ജിന് പ്രയാസമില്ലേ? ചില മനുഷ്യന്മാരുണ്ട്, എടോ ദീനൊക്കെ എളുപ്പമാണെടോ, ഇത്ര കഷ്ടപ്പെടുത്തിയൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇത് പറഞ്ഞു കൊടുക്കണ്ട. ആ ആളുകൾ വേറെ ലെവലിലാണ്, മനസ്സിലായോ? അവരുടെ ഉദ്ദേശം വേറെയാണ്. ഇങ്ങനെ സുബഹിക്ക് എഴുന്നേറ്റ് ഇടങ്ങേറായിട്ട് പള്ളിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല, അള്ളാൻ്റെ ദീൻ എളുപ്പമാണ് എന്ന് പറയണ ആള് 30 ദിവസം നോമ്പൊന്നും പിടിക്കേണ്ട, കഴിയുന്ന രൂപത്തിലൊക്കെ പിടിച്ചാൽ മതി. ആ പറയുന്ന രൂപം ശരിയല്ല. കാരണം അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസവും ഇല്ലാതെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എടുക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെയല്ല, കഷ്ടപ്പെട്ട് ഇടങ്ങേറായി ഒരു കാര്യം ചെയ്യണതിനെ പറ്റിയാണ് ഇവിടെ അള്ളാഹു ഇളവ് കൊടുത്തത്. അതല്ലാതെ ഏത് ഇബാദത്ത് ചെയ്യുമ്പോഴും ചെറിയ പ്രയാസങ്ങൾ ഉണ്ട്. ഹജ്ജിന് പ്രയാസമില്ലേ? നോമ്പിന് പ്രയാസമില്ലേ? നമസ്കാരത്തിന് പ്രയാസമില്ലേ? ഉണ്ട്. ആ പ്രയാസം നമുക്ക് നേരിടുന്നതിനനുസരിച്ചാണ് നമുക്ക് കൂടുതൽ കൂലിയും പ്രതിഫലവും കിട്ടുക. എന്നാൽ അള്ളാൻ്റെ ദീൻ എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യിപ്പിക്കാതിരിക്കുക, ഒരു അമലും ചെയ്യാതെ ഈ ഒരു ഹദീസിൻ്റെ ഒരു ചെറിയ ഒരു എക്സ്ക്യൂസ് എടുത്തിട്ട് മൊത്തത്തിൽ ആമാക്കിക്കൊണ്ട് രക്ഷപ്പെടാൻ നോക്കുന്ന ആ ഒരു കുതന്ത്രം നമ്മളൊരിക്കലും പയറ്റാൻ പാടില്ല. ദീനിൽ ഏത് അമല് ചെയ്യുമ്പോഴും ചെറിയ പ്രയാസമുണ്ട്. ജിഹാദിന്, യുദ്ധത്തിന് പോണത് എളുപ്പമാണോ? നിങ്ങളൊന്ന് ആലോചിച്ചു, യുദ്ധത്തിന് പോണത് എളുപ്പമാണോ? യുദ്ധത്തിൻ്റെ ആയത്ത് പറഞ്ഞെടുത്ത് അള്ളാഹ് പറഞ്ഞത് നിങ്ങൾക്ക് അള്ളാഹു എളുപ്പം ഉദ്ദേശിക്കുന്നു. എങ്ങനെ യുദ്ധത്തിൽ എളുപ്പം ഉണ്ടാവുക? ആ യുദ്ധത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലം അത് എളുപ്പമാണ്, അത് വലിയ ആശ്വാസമാണ്. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. അപ്പോൾ യുദ്ധം പറഞ്ഞെടുത്ത് പോലും അള്ളാഹ് പറഞ്ഞു ദീൻ എളുപ്പമാണ്. അതിൻ്റെ അർത്ഥം ഒരു പ്രയാസവും ഇല്ലാതെ രക്ഷപ്പെടുമെന്നല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് വലിതുക്മിലുൽ ഇദ്ദ, എണ്ണം പൂർത്തീകരിക്കാനാണ്. അള്ളാഹു നിശ്ചയിച്ച എണ്ണം, ആ എണ്ണം പൂർത്തീകരിക്കുക എന്നുള്ളത് ഒരു വലിയ ബാധ്യതയാണ്. ആ എണ്ണം ഏതാണ്? 29 അല്ലെങ്കിൽ 30 എന്ന് പറയുന്ന റമദാനിൻ്റെ ആ എണ്ണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം അള്ളാഹു വെച്ചിരിക്കുന്ന ഒരു നിയമമാണ്, ആ എണ്ണം നിങ്ങൾ പൂർത്തിയാക്കണം. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ കാരണത്താൽ നിങ്ങൾ അള്ളാഹുവിന് തക്ബീർ ചൊല്ലുന്നതിന് വേണ്ടിയാണ്. അതിനെപ്പറ്റി പണ്ഡിതന്മാർ 2 അഭിപ്രായമാണ് പ്രധാനമായി പറഞ്ഞത്. ഒന്ന്, മാസപ്പിറവി കണ്ട് ശവ്വാൽ 1 മാസപ്പിറവി കണ്ട് ഈദിൻ്റെ തക്ബീറാണ് ഇവിടെ ഉദ്ദേശിച്ചതെന്ന് അഭിപ്രായമുണ്ട്. അതായത് എണ്ണം പൂർത്തീകരിച്ച് പിന്നെ പെരുന്നാളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ തക്ബീർ ചൊല്ലിക്കൊണ്ടാണ് പ്രവേശിക്കുന്നത്. തക്ബീർ ചൊല്ലിയാൽ ഹിലാൽ കണ്ടു എന്നാണ് നമ്മുടെ നാട്ടിലെ രീതി തന്നെ, അല്ലേ? മഗ്‌രിബിന് അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷം ഇശാക്കൊക്കെ 29-ൻ്റെ അന്ന് തക്ബീർ മോളിൽ നിന്ന് കേൾക്കുമ്പോഴാണ് അറിയുക ഹിലാൽ കണ്ടു കിട്ടുമെന്ന്, അല്ലേ? അപ്പോൾ എണ്ണം പൂർത്തീകരിച്ച് തക്ബീർ ചൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ഈദിന് വേണ്ടി തക്ബീർ ചൊല്ലുന്നതാണെന്ന് പറഞ്ഞു. എന്നാൽ ഈദിന് വേണ്ടി തക്ബീർ ചൊല്ലൽ മാത്രമല്ല, മറിച്ച് ഏതൊരു അമല് ചെയ്തു കഴിഞ്ഞാലും അള്ളാഹുവിനെ സ്മരിക്കണം. ഏതുപോലെ? നിസ്കാരം ഒരു അമലാണ്. നിസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവിനെ നമ്മൾ ദിക്ർ എടുക്കുന്നുണ്ട്. അവിടെ ആ ദിക്റുകളെ മൊത്തത്തിൽ തക്ബീർ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതാണ് ചില ആളുകൾ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ അള്ളാഹു അക്ബർ എന്ന് ആദ്യം പറയും. പക്ഷേ ഏറ്റവും പ്രബലമായ അഭിപ്രായം അള്ളാഹു അക്ബർ എന്ന് പറയലല്ല, മറിച്ച് ആ ദിക്റുകളെ മുഴുവൻ അള്ളാഹു തക്ബീർ എന്ന് മെൻഷൻ ചെയ്തതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ ഹജ്ജിൻ്റെ വിഷയം പറയുമ്പോൾ ഏത് അമല് കഴിയുമ്പോഴും അതിനുശേഷം അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് ഒരു വലിയ ബാധ്യതയാണ്. ജുമാ കഴിഞ്ഞ് പോകുമ്പോൾ എന്താ പറഞ്ഞത് ജുമാനെ പറ്റി? ജുമാ കഴിഞ്ഞിട്ട് ഫസ്ഔ ഇലാ ദിക്രില്ലാ വദറുൽ ബൈഅ, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹ് പറയാണ് ഫഇദാ ഖുലിയത്തുസ്സലാത്ത് ഫൻതശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫദ്ലില്ലാ വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ആ ജുമാ കഴിഞ്ഞിട്ട് വരികയാണ്, എന്നിട്ടാ പറഞ്ഞ് നിങ്ങൾ ഭൂമിയിലൂടെ വ്യാപിച്ചോ, നിങ്ങൾ അധ്വാനിച്ചോ, അതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ് നിങ്ങൾ അള്ളാഹനെ ധാരാളമായി ഓർക്കണം. അപ്പോൾ ജുമ കഴിഞ്ഞാലും ഓർക്കണം, നമസ്കാരം കഴിഞ്ഞാലും ഓർക്കണം. ഇവിടെ നോമ്പ് 29, 30 കഴിഞ്ഞാലും അള്ളാഹുവിനെ ഓർക്കണം എന്നാണെന്നും തഫ്സീർ നൽകിയിട്ടുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ തഫ്സീർ നമുക്ക് കാണാൻ കഴിയും. ഹനഫി മദ്ഹബിൽ ഈദിന് തക്ബീർ ശറഅാക്കപ്പെട്ടിട്ടില്ല. ബാക്കിയുള്ള മദ്ഹബിലും സുന്നത്തുകളിലും നോക്കിക്കഴിഞ്ഞാൽ തക്ബീർ ശറഅാണ്, സുന്നത്ത് അതാണ്.
അപ്പോൾ അദ്ദേഹം ഹനഫി മദ്ഹബിൻ്റെ വിഷയം കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഇന്ന മദ്ഹബിൽ തക്ബീർ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവിടെ തക്ബീർ ഉദ്ദേശിച്ചത് എന്താണ്? അപ്പോൾ മറ്റൊരു വ്യാഖ്യാനം കൂടി അദ്ദേഹം എടുത്ത് ഉദ്ധരിക്കുകയാണ്. ഏത് അമല് ചെയ്യുമ്പോഴും തക്ബീർ അല്ലെങ്കിൽ അള്ളാഹുവിനെ സ്മരിക്കൽ ഒരു നിയമമാണ്. വല അല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. അതായത് അള്ളാഹു പറഞ്ഞ നിർബന്ധമായ അമല് ചെയ്യുകയും ഹറാമുകളിൽ നിന്ന് അതിലൂടെ വിട്ടുനിൽക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവനായി മാറും. ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കി. നോമ്പെന്ന് പറയുന്ന അമൽ ഒരാൾ ചെയ്യുമ്പോൾ അവൻ അള്ളാഹിനെ അനുസരിക്കുന്നു, അതിലൂടെ ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അങ്ങനെ അവൻ ഷാക്കിറായി മാറുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ഇതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് തുടർച്ചയായി നമുക്ക് പഠിക്കാനുള്ളത്. അത് അടുത്ത വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ ഹദീസുകളും യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയെല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു സമയവും ഈ അധ്വാനവും ഈ ഇരുത്തവും അള്ളാഹു മീസാനിൽ കനം തൂങ്ങുന്നൊരു നന്മയാക്കി മാറ്റുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്ത് നേരിടുന്ന അറബ് രാജ്യങ്ങൾ, അറബ് ഭരണാധികാരികൾ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ ഭരണാധികാരികൾക്കും മുസ്ലിമീങ്ങൾക്കും അള്ളാഹു ഇസ്സത്തും ഖുവ്വത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് എല്ലാ നന്മകളും സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.